أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين كل ابن آدم خطاء وخير الخطائين التوابون كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وصحابه واتباعه أجمعين يا زينة الكونين جد لي وافيرا يا بهجة الدارين كلي ناصيرا يا غافر العاسين كلي غافرا يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جدني بجودك أرضني برضاك جدني بجودك أرضني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي مشيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها
الرباء الحاتما المصطفى والمرتضى وابناهما والفاطمة أحيا ربيع القلب شهر المولد يا ربنا كل الأنام بذكر مولد أحمد ارحم لنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أوصافه ما ينتهي تعدادها يا ربنا فالمدح يقصر عن بلوغ المقصد ارحم لنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله والوحش والأشجار قد سجدت له يا ربنا والوحش والأشجار قد سجدت له يا ربنا وعليك سلمنا بعد تشهد ارحم لنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ومن اليسير سقاط أتم جيشه يا ربنا حتى اكتفى ويسيره لم ينفد ارحم لنا وله الوسيلة والفضيلة والعلا يا ربنا ومقامه المحمود يوم الموعد ارحم لنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അള്ളാഹു നമ്മുടെ സ്വലാത്തിന്റെയും വൈത്തിന്റെയും ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം ബറക്കത്തുകൊണ്ട് ഈ സദസ്സ് ഒരു അപാകതയുമില്ലാത്ത ഒരു അപകടങ്ങളുമില്ലാത്ത അള്ളാഹു സ്വീകരിക്കുന്ന സദസ്സാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനനും ആദരണീയനുമായ സൈനുലാബുദ്ദീൻ തങ്ങൾ അവർകൾ, ഈ സദസ്സിന്റെ അധ്യക്ഷൻ, പ്രായാധിക്യത്തിലും ശരീരത്തിന്റെ ക്ഷീണത്തിലുമൊക്കെ അലസത പിടിപെടാതെ ഈ സ്ഥാപനത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഈ മൊയ്തീൻ ഹാജി അവർകൾ, ഈ സദസ്സിന് ഇതിനെ പരിചയപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകതയിൽ ഊന്നി ഒരു സ്വാഗതം നിർവഹിച്ച ബഹുമാനനും ആദീന്യമായ നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറി കൂടിയായ മൂസ മാസ്റ്റർ, ഫണ്ട് ഉദ്ഘാടനം ചെയ്ത ദുബായ് ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ബിസിനസിന്റെ അഭിവൃദ്ധിയിൽ നിന്നും അവരാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായം മറ്റ് ഇതുപോലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദരണീയനുമായ പി മുഹമ്മദ് അലി ഹാജി സാഹിബ്, അൽഹംദുലില്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന ഉമർ വൈസി, സലാം വൈസി, പിന്നെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സംഘാടക സമിതിയിലെ പേരെടുത്തു പറയാൻ ഏറ്റവും അർഹതപ്പെട്ട സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ആരെയും ഇനി എടുത്ത് ഓർമ്മപ്പെടുത്തുന്നില്ല. ഈ മുക്കം ഓർഫനേജ് എന്ന ശീർഷകത്തിന് താഴെ പ്രവർത്തിക്കുന്ന ഈ ഒരു വലിയ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഇടിപ്പും തുടിപ്പും മതിപ്പും ഒക്കെ മനസ്സിലാക്കിയ പ്രവർത്തകരും ജനങ്ങളുമാണ് ഈ സ്ഥാപനത്തെ ഇപ്പോൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ എല്ലാ
നൊമ്പരങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് പകരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്തുള്ള കഷ്ടതയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ എന്ന നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ആൺകുട്ടികൾ, ഈ ഭാഗത്തിരിക്കുന്ന പെൺകുട്ടികൾ, ഈ സ്ഥാപനത്തിന്റെ അകത്ത് പഠിച്ച് വളർന്ന് വലുതായി സേവനം ചെയ്ത് ഇവിടെ തന്നെ ഗവൺമെന്റ് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ, എല്ലാ നന്മകളും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏകദേശം കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ പരിപാടി ആദ്യമായി നടന്നത് മുക്കം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തന്നെ, പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിന്റെ കീഴിലല്ലാതെ ഒരു യുവജന സംഘടനയുടെ പേരിൽ നടന്ന ഒരു വലിയ പരിപാടിക്കാണ് ഞാൻ ആദ്യം വന്നത്. അന്നാണ് ആദ്യമായി ഇവിടുത്തെ ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ, മുക്കം ഓർഫനേജിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെയൊക്കെ നൗഷാദ് മുഖേന്ദ്ര പരിചയപ്പെടുകയും ആ സ്ഥാപനത്തെക്കുറിച്ച് ഏകദേശം ചെറിയ ഒരു ധാരണ മനസ്സിലുണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ സ്ഥാപനത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം കാണിച്ച് നമ്മുടെ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള ആസാദും അതുപോലെ തന്നെ ശംസുമൊക്കെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചാനലിലൂടെ കണ്ണീരണിയിപ്പിക്കുന്ന ഒരു രംഗം കണ്ട സമയത്ത് മാത്രമാണ്. അതുവരെ എല്ലാ നാടും പോലെ എല്ലാ സ്ഥാപനവും പോലെ ഇതിനെ ഒന്ന് കണ്ടുപോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട മക്കളെ മുക്കം ഓർഫനേജിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടുപോയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട 3-4 മക്കൾ ചാനലാകുന്ന ചാനലുകാരോടൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചില വർത്തമാനങ്ങളിൽ എന്റെ മനസ്സിൽ പതിഞ്ഞുപോയ ചില അനാഥരുടെ ചില വാക്കുകൾ യഥാർത്ഥത്തിൽ മുക്കം ഓർഫനേജ് എന്ത് എന്ന് പഠിക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചു എന്നത് ഒരു പരിധിവരെ സത്യാവസ്ഥയാണ്. വളരെ സങ്കടം തോന്നിപ്പോയി പ്രിയമുള്ളവരെ. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ഉമ്മയില്ലാത്ത നമുക്ക് ഉമ്മയായി, ഉപ്പയില്ലാത്ത നമുക്ക് ഉപ്പയായി, നമ്മുടെ നാട്ടിലും നഗരത്തിലും പഠിക്കാൻ ഗതിയില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ധരിക്കാൻ തുണിയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോ നമുക്ക് താങ്ങും തണലുമായി വർഷങ്ങളോളം നമ്മെ ഊട്ടിയ, നമ്മെ ഉറക്കിയ, നമുക്കെല്ലാ സൗകര്യങ്ങളും കളിക്കാൻ, ഓടാൻ, ചാടാൻ, ചിരിക്കാൻ, കരയാൻ, ഭക്ഷണം കഴിക്കാൻ എല്ലാം തന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇനി നമ്മുടെ നാട്ടിൽ പോയാൽ പഴയതിനേക്കാൾ കൂടുതൽ പട്ടിണിയും സങ്കടവുമായി കഴിഞ്ഞുകൂടേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് തേങ്ങിക്കരഞ്ഞ പ്രിയപ്പെട്ട 2-3 മക്കളുടെ മനസ്സാണ് മുക്കം ഓർഫനേജിന്റെ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഇന്ന് ഞാൻ വൈകുന്നേരം പട്ടാമ്പി വൈദ്യശാല ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഇന്നലെ രാത്രി മുതൽ ഈ 2 കണ്ണിന് നീര് വന്ന് കറുത്തിരിക്കുന്നുണ്ട്. 2 ഭാഗവും കണ്ണ് അസുഖം ബാധിച്ച്, 2 കണ്ണിലും ബാധിച്ച്, ഞരമ്പുകളെ ബാധിച്ച്, കണ്ണിനകത്ത് മുറിവ് പറ്റി, റെസ്റ്റ് എടുക്കാത്തത് കൊണ്ട് സംഭവിച്ച ആ രോഗം കാരണം. പക്ഷേ മുക്കം ഓർഫനേജ് എത്തിങ്ങാനക്ക് ഇനി വീണ്ടും ഒരു പുതിയ അപവാദം നൗഷാദ് ബാക്കവിയായിട്ട് വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ആ കണ്ണിൽ ഇളനീർ കുഴമ്പും അതുപോലെ മരുന്നുമൊക്കെ ഒഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ പോയി. ഇത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകും. നാളെ അങ്ങനെ തന്നെ അള്ളാഹു തആല വരാൻ തൗഫീഖ് തരട്ടെ. അപ്പോ ഈ പെരുമഴയത്തും ഒരു പ്രാവശ്യം പോലും വിളിച്ചു ചോദിച്ചില്ല, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടയോ, ഒഴിവാക്കിക്കൂടെ എന്നും. സാധാരണ മഴക്കാറ് കണ്ടാൽ സംഘാടകരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മുടക്കലാണ് പതിവ്. പക്ഷേ ഇത് കൊടുങ്കാറ്റിലും പേമാരിയിലും തകർന്നു പോകുന്ന സ്ഥാപനമല്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ ശത്രുക്കളുടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ വിനയത്തോടെ തലകുനിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മക്കളെ വെച്ച് അല്ലാഹു തന്നെ പറഞ്ഞു കൊടുക്കാൻ കാണിക്കുന്ന ഒന്നാമത്തെ പാഠമാണ്. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഈ പേമാരിക്ക് മുന്നിൽ മുക്കം ഓർഫനേജ് തലയെടുപ്പോടുകൂടി വളരാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തളരാതെ പിളരാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരുമാറാകട്ടെ. എനിക്കൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ഈ മഴയുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയാൻ ഈ ബോക്സിലൂടെയും ഈ സ്ക്രീനിലൂടെയും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് ഉറപ്പ് കിട്ടിയിട്ട് വിഷയം പറഞ്ഞൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ, കേൾക്കാൻ പറ്റുമല്ലോ. ഫ്രണ്ടിരിക്കുന്നവരോ ഓക്കെയാണ്, പുറകിലോട്ടുള്ളവരൊന്നും മനസ്സിലാവുന്നില്ല. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, കുഴപ്പമില്ലല്ലോ.
പ്രശ്നമൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തോന്നിക്കരട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നത്, നിങ്ങളെങ്ങാണ് അവിടെ നിന്ന് കൈയെടുത്ത് ഉയർത്തി കാണിച്ച വാട്സപ്പിൽ നാളെ വരുന്ന അവശാഭാഗം പെണ്ണുങ്ങളെ എക്സസൈസ് പഠിപ്പിക്കുകയാണെന്ന്. അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നിർത്തിയൊന്നും വേണ്ട. പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. തൗബയാണ് നമ്മുടെ വിഷയം. തൗബ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും മനസ്സുകൊണ്ട് വിചാരിക്കും, ഇത് നമുക്കൊന്നും പറ്റിയ വിഷയമല്ല, നമ്മളൊക്കെ വലിയ സ്വാലിഹീങ്ങളാണ്. ഈ വിഷയം കുറെ വ്യഭിചാരികൾക്കും കള്ളുകുടിയന്മാർക്കുമുള്ള ഈ വിഷയമാണ്. അല്ലാതെ നമ്മളെപ്പോലെ നിസ്കരിക്കുന്ന, യതീംഖാന നടത്തുന്ന, അറബി കോളേജ് നടത്തുന്ന, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ സഹായിക്കുന്ന, സ്വർണ്ണക്കട നടത്തുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടയുള്ള കൊടുവള്ളി പോലെയുള്ള, അല്ലെങ്കിൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ധാരാളം പ്രസ്ഥാനങ്ങൾ നടത്തുന്ന, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന, അള്ളാഹുവിന്റെ പള്ളി പരിപാലനം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, നിസ്കാരത്തഴമ്പുള്ള, തൊപ്പിയുള്ള, ദാടിയുള്ള, കുപ്പായമുള്ള, തലമറച്ച, മഫ്തയിട്ട, മുഖം മറയ്ക്കുന്ന, ഇന്ന് വരെ ഒരു ലിപ്സ്റ്റിക് പോലും പുരട്ടാത്ത, ഒരു ക്യൂടെക്സ് പോലും പുരട്ടാത്ത നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ വിഷയം. അത് കുറെ തെമ്മാടികൾക്കും താന്തോന്നികൾക്കുമാണ് എന്ന ധാരണയുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രം ഏറ്റവും അധികം ഉറഞ്ഞു തുള്ളുന്ന ഒരു പുണ്യസ്ഥലമാണ് ബസറ എന്ന് പറയുന്ന സ്ഥലം. ബസറ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടുമിക്ക പ്രധാനികളും നടന്നുപോയ പുണ്യഭൂമിയാണ്. ഇപ്പോഴും ഒരുപാട് മഹത്തുക്കളും മഹാരഥന്മാരെ കിടന്നുറങ്ങുന്ന ബസറ പട്ടണത്തിന്റെ തെരുവോരത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സുന്ദരി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഭൗതിക ലോകത്ത് മേക്കപ്പിൽ മിനുക്കി നിർത്തുന്ന, മഴവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്ന സൗന്ദര്യ നിറങ്ങളുടെ പ്രതീക്ഷയായ സുന്ദരിയല്ല. ഏറ്റവും വലിയ സുന്ദരിയായ ബസറ പട്ടണത്തിലെ രാജകുമാരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏതൊരു ആണ് കണ്ടാലും ആഗ്രഹിച്ചു പോകുന്ന, ഏതൊരു യുവാവ് കണ്ടാലും കൊതിച്ചു പോകുന്ന സുന്ദരിയായ പെണ്ണ്. ശരീരം കൊണ്ട് മാത്രമല്ല, ശബ്ദം കൊണ്ട് ബസറയുടെ തെരുവോരത്ത് സർവ്വ ചെറുപ്പക്കാരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യ പാഠവമുള്ള ആ ബസറ തീരത്ത് സുന്ദരിയായ പെണ്ണിന്റെ പാട്ട് കേൾക്കാനും നൃത്തം കാണാനും ആ പെൺകുട്ടിയുടെ മുഖകമലം കണ്ട് ആസ്വദിക്കുന്നതിനും ആയിരക്കണക്കിന് യുവകോമളന്മാർ ബസറ പട്ടണത്തിന്റെ നാലുഭാഗത്ത് തടിച്ചുകൂടുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ആ പ്രിയപ്പെട്ട ബസറ പട്ടണത്തിലെ സുന്ദരിയായ പെണ്ണ് എവിടെ ചെന്നാലും, ഏത് സദസ്സിലേക്ക് താൻ കടന്നു വരുന്നുവോ ആ സദസ്സിലിരിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എല്ലാം മറന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പിന്നാലെ പോകലാണ് പതിവ്. ഏത് മേഖലയിൽ കടന്നു ചെല്ലുന്നുവോ, ഏത് സന്തോഷത്തിന്റെ ഫംഗ്ഷന്റെ അകത്തളത്തിലേക്ക് ഈ പെണ്ണ് കടന്നു ചെല്ലുന്നുവോ അവിടെയുള്ളവർ മുഴുവനും എല്ലാം മറന്ന് ഈ പെൺകുട്ടിയുടെ പിന്നാലെ, സൗന്ദര്യത്തിന്റെ പിന്നാലെ ആസ്വാദനത്തോടുകൂടി പോകലാണ് പതിവ്. ഈ പ്രിയപ്പെട്ട ബസറ പട്ടണത്തിലെ സുന്ദരി അങ്ങനെ ഒരുപാട് സദസ്സുകളിൽ കയറിയും ഇറങ്ങിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിൽ കഴിഞ്ഞുകൂടുന്ന, അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ സദസ്സിലേക്ക് ചെന്നു. നല്ല നീളമുള്ള ദാടിയുള്ള, നിസ്കാരപ്പഴമുള്ള, ഈമാനിന്റെ പ്രസരിപ്പും പ്രകാശവും പ്രഭയും തന്റെ മുഖത്ത് തിളങ്ങി നിൽക്കുന്ന സ്വാലിഹുൽ മുജി എന്ന് പറയുന്ന മഹാനുഭാവന്റെ സദസ്സിന് മുന്നിൽ നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് ദുആ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള, ഭൗതിക ലോകത്ത് നിങ്ങളുടെ ഈമാനിനെ നശിപ്പിക്കാൻ ആണും പെണ്ണും കള്ളും മണ്ണും കഞ്ചാവും ഒക്കെ ഉറഞ്ഞു തുള്ളുമ്പോ അതിനെയൊക്കെ ചവിട്ടിത്തേച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലേക്ക് പോകാൻ മനസ്സെന്ന് പറയുന്ന മാന്ത്രിക കൊട്ടാരത്തെ പാകപ്പെടുത്തുന്ന ആത്മീയ പഠന ക്ലാസ് ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജി റളിയല്ലാഹു അൻഹു നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മഹനീയമായ സദസ്സിലേക്ക് അഴകാർന്ന സുന്ദരിയായി പെൺകുട്ടി ഒന്ന് എത്തി നോക്കുകയാണ്. എല്ലാ സദസ്സിലെയും പോലെ അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ ഈ പെണ്ണിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന ആ സ്വാലിഹുൽ മുജിയുടെ സദസ്സിനെ കുറിച്ച് ആ പെണ്ണ് അറിയാതെ മോഹിച്ചുപോയി. ഒരാൺകുട്ടി പോലും കടന്നു വന്ന സൗന്ദര്യ ദീപമായി പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. ആ ആത്മീയ സദസ്സിലിരിക്കുന്ന, ആത്മീയ മേഖലയിലിരിക്കുന്ന ഒരാൾ പോലും ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് പിന്നാലെ പോയില്ല. ഈ പെണ്ണിന് സങ്കടമായി. എന്റെ സൗന്ദര്യത്തെക്കാൾ വലിയ ആസ്വാദനം അവർക്ക് കൊടുക്കുന്ന എന്ത് ക്ലാസ്സാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത്? ഈ പെണ്ണിന്റെ മനസ്സ് പിടയ്ക്കാൻ തുടങ്ങി. എന്റെ ശരീരത്തെക്കാൾ, എന്റെ ശബ്ദത്തെക്കാൾ, എന്റെ സൗന്ദര്യത്തെക്കാൾ ഞാൻ കൊടുക്കുന്ന ഇക്കിളിപ്പെടുത്തുന്ന രസമുള്ള ഓർമ്മകളെക്കാൾ, സ്പർശനങ്ങളെക്കാൾ സ്വാലിഹുൽ മുജി റളിയല്ലാഹു അൻഹു ഈ സദസ്സിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ
ആത്മീയ സുഖം എന്തെന്നറിയാൻ ആ പെണ്ണ് അതിന്റെ അകത്ത് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കാൻ അനുവാദം ചോദിച്ചു. സ്വാലിഹുൽ മുജി പറഞ്ഞ് കടന്നു വയ്ക്കോ, നിന്നെ പോലെയുള്ള വ്യഭിചാരികൾക്ക്, ശരീരം വിറ്റ് ജീവിക്കുന്നവർക്ക് കടന്നിരിക്കാനുള്ള സദസ്സല്ലേ ഇത്? അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്ന സദസ്സാണ്, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള സദസ്സാണ്, കടന്നു വയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ താൻ ആവശ്യപ്പെട്ടിട്ട് പോലും തന്നെ ഒന്ന് പരിഗണിച്ചകത്തിരിക്കാത്ത ഈ സദസ്സിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതം എന്തെന്നറിയാൻ ഒരു ദിവസം വേഷപ്രസന്നയായി പർദ്ദ ധരിച്ചുകൊണ്ട് മസ്ത ധരിച്ചുകൊണ്ട് ആ ക്ലാസിന്റെ അകത്ത് സാധാരണ പെണ്ണിനെ പോലെ ക്ലാസ് കേൾക്കാൻ വന്നു. അവസാനം സ്വാലിഹുൽ മുജി റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് കേട്ടിട്ട് ആ സദസ്സിനകത്തിരുന്ന് പൊട്ടിക്കരന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ സദസ്സിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, അങ്ങയുടെ അനുവാദമില്ലാതെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വേശ്യയായ, ശരീരം വിറ്റ് ജീവിക്കുന്ന, സൗന്ദര്യത്തെ വിറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. അള്ളാഹുവിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, ആത്മീയതയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പടച്ചതമ്പുരാന്റെ പരലോകത്തെ അവസ്ഥാവിശേഷങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുജി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ പാപം അല്ലാഹു പുറത്തു തരുന്നതാ. ആ സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പാപമല്ലേ എനിക്കുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യഭിചാരത്തിന്റെയോ ഒരു കള്ളുകുടിയുടെയോ ഒരു ഹറാമിന്റെയോ പാപമല്ലേ എനിക്കുള്ളത്. എന്റെ തെറ്റിനെ സംബന്ധിച്ച് ദുനൂബി അക്സറു മിൻ മൗജിൽ മാ, അല്ലാഹുവിന്റെ ഈ ലോകത്തെ സമുദ്രത്തിന്റെ തിരമാലകളെക്കാൾ ഏറ്റവും വലുതാണ് എന്റെ പാതകങ്ങളെന്ന് ആ പ്രിയപ്പെട്ട പെണ്ണ് പൊട്ടിക്കരന്നുകൊണ്ട് പറയുമ്പോൾ സ്വാലിഹുൽ മുജി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. ഞാൻ പറഞ്ഞു തരുന്ന നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നീ തൗബ ചെയ്താൽ, ഞാൻ പറഞ്ഞു തരുന്ന നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് നീ തൗബ ചെയ്താൽ, എത്ര വലിയ പാപമാണ് നീ ചെയ്തതെങ്കിലും, ഈ ആകാശത്തെക്കാൾ വലുത്, ഈ ഭൂമിയെക്കാൾ വലുത്, ഈ പ്രപഞ്ചത്തെക്കാൾ വലുത് എത്ര വലിയ തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലിരുന്ന് തീരുമാനമെടുത്ത് അല്ലാഹുവിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തൗബ ചെയ്ത് പുറത്തിറങ്ങിപ്പോയ പെണ്ണ് ബസറ പട്ടണത്തിന്റെ പരിശുദ്ധമായ മഖാമുകളിൽ ഒന്നിൽ കറാമത്തിന്റെ കൊട്ടാരം തീർത്ത് ഇന്ന് കിടന്നുറങ്ങുന്ന മഹദിയാണ് എന്ന് ആമുഖമായി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു. അഴുക്ക് ജാലിൽ നിന്ന് ഏറ്റവും വലിയ ആത്മീയ സോപാനത്തിന്റെ കറാമത്തിന്റെ ചിറക് വെച്ച് പറന്നുപോകുന്ന സൂഫി മണ്ഡലത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടെത്തിച്ച ഒരേ ഒരു മരുന്ന് തൗബ എന്ന് പറയുന്ന അല്ലാഹു ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ മരുന്നാണ്. ഒരു കാര്യം നിങ്ങൾ ഗൗരവത്തോടുകൂടി ഓർക്കുക, ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയായത് മുതൽ എന്റെ പ്രിയപ്പെട്ട ആണും പെണ്ണും ചിന്തിക്കുക, നമ്മുടെ ഖൽബിന്റെ അകത്ത് സംഭവിച്ചു പോയ തെറ്റുകൾ എത്രയാ. എത്രയോ ഹറാമുകൾ കണ്ടു, എത്രയോ ഹറാമുകൾ കേട്ടു, എത്രയോ ഹറാമായ ഭക്ഷണം കഴിച്ചു, എത്രയോ നമസ്കാരം ഒഴിവാക്കി, എത്രയോ അനാഥ മക്കളെ ഉപദ്രവിച്ചു, എത്രയോ പാവപ്പെട്ടവരെ ഫസാദും ഈബത്തും പറഞ്ഞു. ഇതൊക്കെ പൊറുക്കപ്പെടാതെ മുക്കം പള്ളിയുടെ, കോഴിക്കോട് ജില്ലയുടെ പള്ളിയുടെ പരിസരങ്ങളിൽ പോയി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുജൂദ് ചെയ്ത് പിറവുദിച്ചതുപോലെ നെറ്റിത്തടത്തിൽ പിറവുദിച്ചതുപോലെ തഴം വിട്ടുകൊണ്ട് നടന്നാൽ അല്ലാഹു നിനക്ക് പുറത്തു തന്നു എന്ന സർട്ടിഫിക്കറ്റ് തന്നു എന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം. അല്ലാഹു തൗബ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ അവന്റെ ഖൽബിന്റെ ഉള്ളറയിൽ പാപക്കറകളുമായിട്ട് അവൻ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ വരും. നിങ്ങൾ ഓർക്കണം, ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുമോ? ഇന്ന് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നവരല്ല, ഏറ്റവും വലിയ സൗന്ദര്യവാന്മാരല്ല, ലോകത്തറിയപ്പെടുന്ന കലാ കായിക പ്രൊഫഷണൽ താരങ്ങളല്ല. പിന്നെ ആരാ? ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി അവന്റെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെ വെച്ചാണെന്നറിയില്ല, കോഴിക്കോടാണോ, മുക്കത്താണോ, വിദേശത്താണോ, വാഹനത്തിലാണോ, അല്ലാഹുവേ എവിടെ വെച്ചാണെങ്കിലും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ റൂഹ് പിടുത്തമിടുന്നതിന് തൊട്ടു മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നാഥാ എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ, ഇനി കൈകൊണ്ടൊരു പാപത്തിലേക്ക് ഞാൻ പോവൂല അല്ലാ, ഇനി ഖൽബ് കൊണ്ടൊരു പാപത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കൂല അല്ലാ, ഇനി കണ്ണുകൊണ്ടൊരു പാപം ഞാൻ കാണൂല അല്ലാ എന്ന് പൂർണ്ണമായി അല്ല സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ തൗബ ചെയ്യാനുള്ള അവസരം കിട്ടുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന്
ആരാ പറഞ്ഞിറന്നറിയോ? കുല്ലു ഇബ്നു ആദമ ഖത്താ വഖൈറുൽ ഖത്തായീന അത്തവാബൂൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. മനുഷ്യർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തലയിൽ കെട്ടിയവരെ, തൊപ്പിയിട്ടവരെ, കുപ്പായമിട്ടവരെ, മൊത്തയിട്ടവരെ, മുഖം മറച്ചവരെ, ഇബാദത്ത് ചെയ്യുന്നവരെ, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആകാശം അത്ഭുതപ്പെടുന്നില്ല, ലോകം അത്ഭുതപ്പെടുന്നില്ല. ആരംഭ റസൂലാ പറഞ്ഞത് ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യരും തെറ്റ് ചെയ്യുന്നതാണ്, ഒരാളുപോലും ഒഴിഞ്ഞിട്ടില്ല. ലോകത്ത് വരുന്ന മുഴുവൻ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. അറിയാതെ വ്യഭിചരിച്ചു പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന മുക്കം ഓർഫനേജിന്റെ തിരുമുമ്പിൽ വന്ന പെങ്ങളെ, വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്ന് അടുക്കളയുടെ പിന്നാമ്പുറത്തെ വാതില് മുസൽമാന് വേണ്ടി തുറന്നുകൊടുത്ത വികാരങ്ങളുടെ കൂത്തരങ്ങിന് വേണ്ടി സമയം കണ്ടെത്തിയ പെണ്ണേ, അറിയാതെ പലിശക്കാരന്റെ ചതിക്കുടിയിൽ വീണുപോയ ചെറുപ്പക്കാരാ, അറിയാതെ കള്ളുകുടിച്ചവരെ, ഓണാഘോഷത്തിന്റെ പേര് പറഞ്ഞ്, ന്യൂ ഇയറിന്റെ പേര് പറഞ്ഞ് ആഘോഷങ്ങൾ മാറി മാറി വരുമ്പോ നിറം മാറുന്ന കുപ്പിയെടുത്ത് ആസ്വാദനത്തിന്റെ പടിങ്കുഴി വീണ് അല്ലാഹു പടച്ചതമ്പുരാന്റെ പൊരുത്തമില്ലാതെ കന്നുകാലികളെ പോലെ ഭൗതിക ലോകത്ത് ജീവിച്ചു പോയവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ അത്ഭുതപ്പെടാനില്ല. ലോകത്ത് വന്ന സർവ്വ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ വഖൈറുൽ ഖത്തായീൻ, ഏറ്റവും നല്ല തെറ്റുകാരാരാ? അല്ലാഹു എത്ര കാരുണ്യവാനാണ്, അല്ലാഹു എത്ര സ്നേഹമുള്ളവനാണ്. അല്ലാഹു പറയുന്നു, ആ തെറ്റ് ചെയ്തവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാരോടെന്നറിയുമോ? തെറ്റ് ചെയ്തവരോട് അല്ലാഹുവിന് ഇഷ്ടമോ? തിന്മ ചെയ്തവരോട് അല്ലാഹുവിന് ഇഷ്ടമോ? സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ആ തെറ്റ് ചെയ്തവരോട് എനിക്കിഷ്ടമാരോടെന്നറിയുമോ? അത്തവാബൂൻ, തെറ്റ് ചെയ്തിട്ട് കരഞ്ഞവരോടാണ്. അല്ലാഹുവേ, സംഭവിച്ചു പോയതാണ്, മനഃപൂർവ്വമല്ല റഹ്മാനെ, മനഃപൂർവ്വമല്ല തമ്പുരാനെ, എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി എന്നോട് തൗബ ചെയ്തവരാരാണോ അവർക്ക് ഞാൻ ഏറ്റവും വലിയ ഇഷ്ടം കൊടുക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഖൽബിന്റെ അകത്ത് തെറ്റുമായി നമ്മൾ മരിക്കാൻ പാടില്ല. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപക്കറകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുത്തു തരുന്നതിന് മുമ്പ് നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. അങ്ങനെ മരണപ്പെട്ടു പോയാൽ നമ്മെ കാത്തിരിക്കുന്നത് നരകത്തിന്റെ കൊത്തി വലിക്കുന്ന പാമ്പുകളാണ്. ഇടുങ്ങിയ ഖബറിന്റെ അകത്ത് നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ മരണപ്പെട്ടു പോയാൽ, മനസ്സിന്റെ അകത്ത് പാപത്തിന്റെ ഭാരം നിറച്ചു വെച്ചിട്ട് മരണപ്പെട്ടു പോയാൽ പിന്നെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തഖ്വ നിങ്ങൾ ചെയ്തോ. എന്നെ കൊണ്ട് ഇത്രയേ പറ്റോളൂ പടച്ചവനെ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ ഞാൻ നിസ്കരിച്ചില്ലേ അല്ലാഹുവേ? പടച്ചവനെ, ഞാൻ കുറച്ച് ഖുർആൻ ഓതിയില്ലേ, 1000 ദിക്ർ ചൊല്ലിയില്ലേ? എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ റഹ്മാനെ. ഇങ്ങനെ തഖ്വ ചെയ്യാൻ നിങ്ങളോട് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു ഭീഷണി, എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു താക്കീത്, എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു മുന്നറിയിപ്പ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചിട്ട് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരല്ലേ, നിങ്ങൾ ഖബറിലേക്ക് വരല്ലേ, നിങ്ങൾ പരലോകത്തേക്ക് വരല്ലേ, നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അല്ലാഹു തന്നെ എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? മുസ്ലിമായിട്ടല്ല മരിക്കുന്നതെങ്കിൽ എന്റെ പെങ്ങളെ പിന്നെ സമാധാനമില്ല, എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ രക്ഷയില്ല, എന്റെ സഹോദരങ്ങളെ പിന്നെ അള്ളാന്റെ കോടതിയിൽ രക്ഷയില്ല. അതുകൊണ്ട് അല്ലാഹു തന്നെ നേരത്തെ മുന്നറിയിപ്പ് തരികയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. ആർക്കാണ് ഉറപ്പുള്ളത്? ആർക്കാണ് ഉറപ്പുള്ളത്? ഇവിടെ കുറെ സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കുന്നവരുണ്ട്, നരകത്തിന്റെ ടിക്കറ്റ് കൊടുക്കുന്നവരുണ്ട്. നിനക്ക് സ്വർഗമാണ്, അവർക്ക് നരകമാണ് എന്ന് പറഞ്ഞ കന്നുകാലികളെ പോലെ നടുറോഡിൽ കിടന്ന് അടികൂടുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് അല്ലാഹുവിന്റെ
സർവവിശാലമായ സ്വർഗത്തിന് വില പറയാൻ മാത്രം ഈ ഭൗതിക ലോകത്ത് പവർ അല്ലാഹു തന്ന ആൺകുട്ടികളാരാ? അത് മടവൂര് മഖാമിൽ കിടക്കുന്ന സൂര്യപ്രകാശമേറ്റുകൊണ്ട് വിളങ്ങിക്കിടക്കുന്ന CM വലിയുള്ള പറയട്ടെ, നമ്പുറം തങ്ങൾ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ ഏർവാട് ശുഹദാക്കൾ പറയട്ടെ, അജ്മീരി പറയട്ടെ, അവരൊക്കെ പറയാൻ യോഗ്യതയുള്ളവരാണ്. അവർ എന്നെയും നിങ്ങളെയും പോലെ പാവപ്പെട്ടവരെ പറ്റിച്ചു കുംഭവീർപ്പിച്ചിട്ട് ഔലിയാക്കളായവരല്ല. അവർ പാവപ്പെട്ടവരെ നടുറോഡിൽ ചവിട്ടി തേച്ചവരല്ല. അവർ അല്ലാഹുവിന്റെ ദീന ദിച്ചു നിന്ന് കുംഭവീർപ്പിച്ചവരല്ല. അവരാരെന്നറിയോ? അവർ അല്ലാഹുവിനെ തേടിയവരാണ്. അവർ അല്ലാഹുവിന്റെ പിന്നാലെ പോയവരാണ്. അവർ അല്ലാഹു എവിടെ, അവിടെ എനിക്ക് എത്തണമെന്ന് പറഞ്ഞ് ദുനിയാവിന്റെ സർവ്വസുഖങ്ങളും ധരിച്ചവരാണ്. അവർക്കാണ് പറയാൻ യോഗ്യത. എനിക്കും നിങ്ങൾക്കും എന്ത് യോഗ്യതയാണ്? അല്ലാഹുവേ, ഒരു മുസ്ലിമായിട്ടല്ലാതെ പാവപ്പെട്ട ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ശരീരത്തിന്റെ ക്ഷീണം മറന്നുകൊണ്ട് പ്രഭാഷണത്തിന്റെ സരസിൽ പൊട്ടിത്തകർന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ കണ്ടുപോയ പലിശ തമ്പുരാക്കന്മാർക്കും ആഡംബര പ്രേമികൾക്കും ഒക്കെ കൗശാറുബാക്കവിയൊക്കെ പണത്തിന് വേണ്ടി ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നവരാണെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ഒരു നാണയത്തുട്ടുപോലും, ഒറ്റ രൂപയുടെ ഒരു നാണയത്തുട്ടുപോലും പ്രസംഗം കൊണ്ട് മോഹിക്കുന്ന അധപ്പതനത്തിലേക്ക് റബ്ബേ ഈ സാധുവിനെ നീ എത്തിക്കല്ല തമ്പുരാനെ. അല്ലാഹുവിന്റെ കോടതി സത്യസന്ധമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തവർക്ക് അവിടെ അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയുമോ? വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. ഇവിടെ കളിയാക്കിയവരെ, ഇവിടെ കുറ്റപ്പെടുത്തിയവരെ, ഇവിടെ ഒരു ഓർഫനേജിന്റെ പിന്നാലെ ജോലിയില്ലാതെ നടക്കുന്നവരെന്ന് പറഞ്ഞ് പ്രായാധിക്യത്തിലും ഇതെല്ലാം മറന്ന് ഒരു ത്യാഗത്തിന് വേണ്ടി നിൽക്കുന്ന ഈ പാവപ്പെട്ട സംഘാടകരെ പഴിചാരിയവര് അല്ലാഹുവിന്റെ കോടതിയിൽ മനസ്സറിഞ്ഞ് തഖ്വ ചെയ്തവർക്ക് അല്ലാഹു സീറ്റ് കൊടുക്കുകയാണ്, അല്ലാഹു പദവി കൊടുക്കുകയാണ്, അല്ലാഹു സ്ഥാനം കൊടുക്കുകയാണ്. ആ സ്ഥാനത്തിന് വേണ്ടിയാ നിങ്ങളോട് പറഞ്ഞത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. മുസ്ലിമായി മരിക്കാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് പെങ്ങളെ? പലപ്പോഴും ഇതുപോലെ നൗഷാദ് ബാക്കവിയൊക്കെ വരുന്നെന്ന് പറയുമ്പോ അലമാരയിൽ അടിയിലിരിക്കണ ഒരിക്കലും പുറത്ത് കാണാത്ത, മുടി പുറത്ത് കാണിക്കാത്ത ഒരു തുണിയെടുത്ത് പൊതിഞ്ഞു കെട്ടി നടന്നങ്ങോട്ട് വന്നിരുന്നാ പോരാ. എന്റെ പെങ്ങളെ, എന്റെ പെങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹ് പറഞ്ഞതുകൊണ്ടാണ് അതിന് ഗൗരവം കൂടുന്നത്. അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതെന്ന്. അതുകൊണ്ട് തൗബ ചെയ്ത് മരണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും അല്ലാഹ് പുറത്തു തരാൻ തയ്യാറാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ ചെയ്യേണ്ട പോലെ തൗബ ചെയ്താ മതി. എത്ര തെമ്മാടിത്തരം ചെയ്യട്ടെ, എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്യട്ടെ, ഞാൻ പറയുന്ന രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ആ പാപം നിനക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ പുറത്തു തരുന്നതാണ്. അങ്ങനെ പുറത്തു കിട്ടുമ്പോഴാണ് അൽഹംദുലില്ലാ നമ്മൾ മുസ്ലിമായി മരിക്കുന്നത്. ഒരു തെറ്റെങ്കിലും കൽബിലുണ്ടെങ്കിൽ, പാപം പൊറുക്കാത്ത അവസ്ഥയിലാണ് നീ മരിക്കുന്നതെങ്കിൽ, നിന്റെ ഖബറിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. സങ്കടം വന്നു പോകും കേൾക്കുമ്പോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, വൈലുൽ ലിൽ അഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. ഖബറിലേക്ക് പോയ, തൗബ ചെയ്യാതെ തെറ്റുമായി പോയവർക്ക് സർവനാശം. മക്കൾ കൊണ്ടുവന്ന് അടക്കിയ ഖബറിന്റെ കഥയാണ് ഈ പറയുന്നത്. 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഖബറിന്റെ അകത്തവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. തൗബ ചെയ്യാതെ മരിച്ചവരെ, പാപം പൊറുക്കാതെ മരിച്ചവരെ, ചെയ്തുപോയ തെറ്റുകൾ ഇങ്ങനെ മനസ്സിന്റെ അകത്ത് തിങ്ങി വിങ്ങിക്കൂടി വീർപ്പ് മുട്ടിയിട്ട് മരിച്ചുപോയവരെ, വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്തില്ല, കള്ളുകുടിച്ചിട്ട് തൗബ ചെയ്തില്ല, മോശത്തരങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിനോട് പുറത്തു തരണമെന്ന് പറഞ്ഞില്ല, അഹങ്കാരത്തോടെ നടന്നു, ഞാനാണ് മുക്കത്തെ,
ഞാനാണ് കൊടുവള്ളിയിലെ, ഞാനാണ് താമരശ്ശേരിയിലെ, ഞാനാണ് മലബാറിലെ, മഞ്ചേരിയിലെ, കോട്ടയ്ക്കലിലെ ഏറ്റവും വലിയ ദീനിന്റെ വിപ്ലവകാരി എന്ന് പറഞ്ഞ് താടിയും തടവി നടന്നു. ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹുവിനോട് പറയാൻ മറന്നുപോയവനെ, ചെയ്തുപോയ തെറ്റുകൾ അല്ലാഹുവിനോട് പറയാൻ മറന്നുപോയവളെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വൈലുൽ ലിൽ അഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ. തെറ്റ് ചെയ്തു പോയവർക്ക് ഖബറിന്റെ അകത്ത് സർവനാശം. എന്തേ നാശമെന്ന് പറയാൻ കാരണം, ഹയ്യത്തുൻ ഇൻദ റഅസിഹി വ ഹയ്യത്തുൻ ഇൻദ റിജ്ലിഹി. അവന്റെ തെറ്റുകൾ ഒരു പാമ്പിന്റെ രൂപത്തിൽ അവന്റെ തലയുടെ ഭാഗത്ത് വന്നു നിൽക്കുമെന്ന് തോഹോ മുഹമ്മദ് മുസ്തഫ. വ ഹയ്യത്തുൻ ഇൻദ റിജ്ലിഹി. അവന്റെ തെറ്റുകൾ ഒരു പാമ്പിന്റെ കോലത്തിൽ അവന്റെ കാലിന്റെ ഭാഗത്ത് വന്നു നിൽക്കുമെന്ന് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തലയുടെ ഭാഗത്തൊരു പാമ്പ്, കാലിന്റെ ഭാഗത്തൊരു പാമ്പ്, അത് കൊത്തി വലിക്കാനുള്ള ആർത്തിയോടെ ഖിയാമത്ത് നാൾ വരെ അവന്റെ തലയുടെയും കാലിന്റെയും ഭാഗത്ത് നിൽക്കുമെന്ന് റസൂൽ പറയുകയാണ്. തൗബ ചെയ്യാതെ മരിക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് ഗൗരവത്തോടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാഹുവേ, നാളെയാണെന്ന് പറയാൻ സമയമില്ല. നാളെ ആകട്ടെ ഉസ്താദേ, 2 ദിവസം കഴിയട്ടെ, ഒരു റമളാനും കൂടി വരട്ടെ, ഒരു 27 രാവ് കൂടി വരട്ടെ, ഒരു നോമ്പ് കൂടി വരട്ടെ, പറയാൻ നേരമില്ല, മാറ്റിവെക്കാൻ സമയമില്ല. കന്നുകാലികളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമല്ലേ എന്നുള്ളത്. റമളാൻ മാസത്തിൽ പോലും വേദനയോടെ പ്രസവിച്ച ഉമ്മയെ ചവിട്ടിക്കുന്ന പൊന്നുമോ നമ്മുടെ കേരളത്തിലല്ലേ? റമളാൻ മാസത്തിൽ പോലും അല്ലാഹുവേ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ ചവിട്ടിക്കുന്ന പൊന്നുമോ നമ്മുടെ കേരളത്തിലല്ലേ? ഇവിടെ ആരാണ് തൗബ ചെയ്യേണ്ടത്? നമ്മളൊക്കെ വലിയ മിടുക്കന്മാരാണ്, ഉത്തമ സമുദായത്തിന്റെ ആളുകളെന്ന് പറയുന്നു. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട പ്രായാധിക്യത്തിന്റെ പടിങ്കുഴി വീണുപോയ പ്രിയപ്പെട്ട ഉമ്മ, സുഖമില്ലാത്ത ഉമ്മ, ആ സുഖമില്ലാത്ത ഉമ്മയെ താൻ എന്നും ജോലിക്ക് പോകുന്നതിന് മുമ്പ് വൃത്തിയാക്കി തുണിയൊക്കെ വെച്ച് മൂടി നല്ല ഭംഗിയാക്കി കിടത്തിയിട്ട് പോകും. വൈകുന്നേരം വരുമ്പോ ഉമ്മയുടെ ശരീരത്തിൽ മുറിവുകളാണ്. ഭാര്യയോട് ചോദിക്കുന്നു, എന്റെ ഉമ്മച്ചിക്ക് എന്ത് പറ്റിപ്പോയി, എന്റെ ഉമ്മാക്ക് എന്ത് പറ്റിപ്പോയി? ഭാര്യ പറയും, എനിക്കറിയില്ല. അവസാനം ആ പ്രിയപ്പെട്ട പൊന്നുമകൻ എന്നും ഉമ്മായുടെ ശരീരത്തിൽ മുറിവുകൾ ഉണങ്ങാതെ കണ്ടപ്പോൾ ഒരു CCTV ക്യാമറ വെച്ചു തന്റെ വീടിനകത്ത്, രഹസ്യ ക്യാമറ, ഉമ്മയുടെ ശരീരത്തിൽ എങ്ങനാ മുറിവ് വരുന്നതെന്ന് കാണാൻ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പണിക്ക് പോകുമ്പോ, ആ പ്രിയപ്പെട്ട പൊന്നുമോന് ജോലിക്ക് പോകുമ്പോ തന്റെ ഭാര്യ, ആ ഉമ്മയുടെ മരുമകൾ, അല്ലാഹുവേ, കത്തി കൊണ്ട്, കമ്പുകൊണ്ട്, പാത്രം കൊണ്ട്, അടുക്കളയുടെ ഉപകരണം കൊണ്ട് പ്രായാധിക്യത്തിൽ വീണുപോയ ഉമ്മ മോനെ എന്ന് നിലവിളിക്കുമ്പോ അടിച്ചിടിച്ച് കട്ടിലീന്ന് വലിച്ചു താഴെയിട്ട് ശരീരത്തെ വലിച്ചടയ്ക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുടെ കാലമാണ്. ആ ഉമ്മാന്റെ ശാപമേറ്റുവാങ്ങിയ മക്കളും മരുമക്കളും ജീവിക്കുന്ന നാട്ടില് തൗബ വേണ്ടാന്ന് പറയാ മുഖത്തുള്ള മുസ്ലിമേ, നിനക്കെങ്ങനാ ധൈര്യം വരുന്നത്? നിനക്കെങ്ങനാ ധൈര്യം വരുന്നത്? ആർക്കാണ് തൗബ വേണ്ടാത്തത്? തെറ്റ് ചെയ്യാത്ത മാന്യന്മാരാരാ? തെറ്റ് ചെയ്യാത്ത മിടുക്കന്മാരാരാ? തെറ്റ് ചെയ്യാത്ത ഭാഗ്യവാന്മാരാരാ? നടക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും മുഴുവനും തെറ്റാണ്. അങ്ങനാണെങ്കിൽ പൊട്ടി പൊട്ടിക്കരന്ന് പടച്ചവനോട് ഒരു നല്ല ജീവിതം തരണേ അല്ലോ, പാപങ്ങൾ കഴുകണേ അല്ലോ എന്ന് പറയുന്നതിന് മുമ്പാണ് മരണം വരുന്നതെങ്കിൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ ഖബറിന്റെ അകത്ത് നിന്നെ കൊത്തിവലിക്കുന്ന പാമ്പുകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ കോടതിയിലും അങ്ങനെയാണ്. തെറ്റ് ചെയ്തവരെ കൊണ്ടുവന്നിട്ട് വ്യഭിചാരികളാണെങ്കിൽ അവർ, കള്ളുകുടിയന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ തെറ്റിന്റെ ശിക്ഷ അല്ലാഹു കാണിച്ചു കൊടുക്കും. ശിക്ഷ നേരിട്ട് കൊടുക്കുന്നതിനേക്കാളും പേടിയാണ് കാണിച്ചിട്ട് കൊടുക്കുമ്പോ. അതുകൊണ്ടല്ലേ ഏറ്റവും മോശക്കാരായ മക്കൾ നന്നാവാൻ നല്ല മക്കളെ വാപ്പ അവന്റെ മുമ്പിൽ വെച്ചടിക്കും. അപ്പൊ യവൻ വിചാരിക്കും യവൻ അടിച്ചതുപോലെ എനിക്കും അടി കിട്ടും. അങ്ങനെ ശിക്ഷ കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ സമ്പ്രദായമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങനെ തന്നെയാ പറയുന്നത്. പരലോകത്തെ എല്ലാ ജനങ്ങളെയും കൂട്ടി നിർത്തിയിട്ട് അള്ളാഹു ശിക്ഷ കാണിച്ചു കൊടുക്കും. ഇത് വ്യഭിചാരിക്കുള്ള ശിക്ഷയാണ്, ഇത് കള്ളുകുടിയനുള്ളതാണ്, ഇത് പലിശക്കാർക്കുള്ളതാണ്, ഇത് വായി നോക്കികൾക്കുള്ളതാണ്, ഇത് ഫസാദ് പറയുന്നവർക്കുള്ളതാണ്, ഇത് ഈവത്ത് പറയുന്നവർക്കുള്ളതാണ്, ഇത് കല്യാണം മുടക്കികൾക്കുള്ളതാണ്. മുക്കത്തുണ്ടോ കല്യാണം മുടക്കികൾ? പിന്നെ ധാരാളം ഉണ്ടാവും.
ഇപ്പൊ മുക്കത്ത് ഒരു കല്യാണം നടക്കുന്നില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. കല്യാണം മുടക്കികൾ ഇഷ്ടംപോലെ ഉണ്ട്, ധാരാളം. പള്ളിയുടെ നടയിൽ, കമ്മിറ്റി ഓഫീസുകളിൽ, യോഗങ്ങളിൽ, മീറ്റിങ്ങുകളിൽ ഇതൊക്കെയല്ല നടക്കുക. അപ്പോ ഇത് അവർക്കുള്ളതാണ്, ഇത് ഫിത്ന ഉണ്ടാക്കിയവർക്കുള്ളതാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോ അദാബ് കാണിക്കുമ്പോൾ വ്യഭിചാരിയും കള്ളുകൂടിയനൊക്കെ ആയ ചില ജനങ്ങൾ അവിടെ നിന്ന് വിചാരിക്കും, അല്ലാഹുവേ എന്റെ അദാബ് ഇപ്പൊ വരും റബ്ബേ, എനിക്ക് തരാനുള്ള ശിക്ഷ ഇപ്പൊ വരും തമ്പുരാനേ എന്ന് പറഞ്ഞ് മനസ്സ് പതറി നിൽക്കുമ്പോൾ അള്ളാന്റെ മലക്കുകൾ അവരോട് പറയുന്നു, നിങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നിരിക്കുകയാണ്. ഇവർ പറയും, എങ്ങനെ ഞങ്ങൾക്ക് ആ കവാടം അള്ളാഹു തുറന്നു തന്നു? ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുന്നു, പക്ഷേ നിങ്ങൾ വീട്ടിൽ വെച്ച് ആ തെറ്റിന്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹാ ഫഉലൈക യുബദ്ദലല്ലാഹു സയ്യാതിഹിം ഹസനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ തൗബ ചെയ്ത് പിന്നെ നല്ല വൃത്തിയുള്ള ജീവിതം നയിച്ചപ്പോൾ, അല്ലാതെ ഒരു തൗബ, ഒരു വ്യഭിചാരം, ഒരു കള്ളുകൂടി, ഒരു തൗബ അങ്ങനല്ല. ഒറ്റ പ്രാവശ്യം കൊണ്ട് കഴിഞ്ഞു സർവ്വതും. ഇനി ഞാൻ കള്ളുകുടിക്കൂല, ഇനി ഞാൻ പെണ്ണു പിടിക്കൂല, സർവ്വതിൽ നിന്നും മാറിപ്പോയി. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹാ, പിന്നെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാ, പിന്നെ അവർ ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു നന്മയാക്കി കൊടുക്കുകയാണ്. പിന്നെ അവർ ചെയ്തു പോയ തെറ്റുകളെ മുഴുവനും അല്ലാഹു നന്മയാക്കി മാറ്റിക്കൊടുക്കും. ഖുർആനാ പറയുന്നത്. എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും രഹസ്യമായി കള്ളുകുടിക്കുന്നവർ. ഞാൻ ഈ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ നോമ്പ് 22, 21 അന്ന് രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നതാ. ദുബായിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എയർപോർട്ട്, റമളാനാണ്, നോമ്പാണ്, പകലാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് എന്നെ 2-3 എല്ലാ സാധാരണ എപ്പോഴും ഉണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാർ, അസ്സലാമു അലൈക്കും ഉസ്താദ്, ഒരു ഫോട്ടോ എടുക്കണം. എടുക്കണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും, എടുത്താലും പ്രശ്നമാവും. എന്നാലും ഞാൻ രണ്ടായാലും ഇനിയിപ്പോ എന്റെ ഫോട്ടോ ഇനിയിപ്പോ ഇതിൽ കൂടുതലൊന്ന് വാട്സപ്പിൽ വരാനില്ല. എല്ലാം വന്ന് ട്രൗസർ ഇട്ടത് ഒന്ന്, ട്രൗസർ ഇടാത്തത് ഒന്ന്, കുടിക്കുന്നത് ഒന്ന്, ഓടണ ഒന്ന്, വൈഫിന്റെ കൂടെ ഒന്ന്, ഉമ്മാരോടെ ഒന്ന്, വാപ്പാരെല്ലാം വന്ന്. ഇനിയിപ്പോ ഇത് മാത്രമായിട്ട് വരാനിരിക്കും. അങ്ങനെ നിന്നു കൊടുക്കലാ പതിവ്. അങ്ങനെ നിന്നു കൊടുത്ത് ഫോട്ടോ എടുക്കുമ്പോ ഒരാള്, ഉസ്താദെ ഞാൻ ഉസ്താദിന്റെ എല്ലാ പ്രോഗ്രാമും ജയ്ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഉമ്മയും മരിക്കും. രാവിലെ വെള്ളിയാഴ്ച 9:30 അത് കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇയാളെ സംഭവം വെറുതെ പറയാം, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഇയാളെ ഉമ്മാക്കൊക്കെ സംഭവമൊക്കെയാണ്. ഈ സ്ത്രീകളൊക്കെ ഒരു പരിധി വരെ പറയുന്നതൊക്കെ സംഭവം ശരിയാ. അവൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ കാണിക്കാനും ഉമ്മയെ കാണിക്കാനെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തി. അവിടെ ഞാൻ ലഗേജ് നോക്കി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് നിന്നപ്പോ അവിടെ ഈ ഇതുണ്ട്, എന്താ, ഡ്യൂട്ടി ഫ്രീ. തിരുവനന്തപുരത്ത് ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ആണ് വെളിയിലുള്ളത്, അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പൊ ആ ഡ്യൂട്ടി ഫ്രീയിൽ ഈ പുതിയ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മിഠായി ഉണ്ട്, കിൻഡർ ജോയ്. അതൊന്നും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്, ദോഷമാണ്. എന്റെ മക്കൾക്ക് അതിന്റെ ഈ വലിയ ടിന്നുണ്ടല്ലോ, വലിയ ടിന്നിൽ വരുന്ന കിൻഡർ ജോയിന്റെ വലിയ ടിന്നിനകത്ത് വരുന്ന മിഠായിയുണ്ട്. അപ്പോ ആ ടിന്ന് വലിയ ഇഷ്ടമാണ്. ഒരു ചെറിയ രൂപമൊക്കെ ഉള്ള നല്ല രസമാണ്, അതിൽ വലിയ അടപ്പൊക്കെ ഉണ്ട്, അത് കളിക്കാൻ നല്ല രസമാണ്. അപ്പോ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, അത് ഒരെണ്ണം വാങ്ങാം എന്ന് കരുതി. അങ്ങനെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന കുറേ പിള്ളേരായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു, ഉസ്താദ് വാങ്ങിച്ചു, നമ്മൾ ലഗേജൊക്കെ നമ്മൾ നോക്കിക്കോളാം. ആ തുണ്ടൊക്കെ കൊടുത്തു, ടിക്കറ്റും ബോർഡിംഗ് പാസ്സൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലേക്ക് ഇത് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ നേരത്തെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഒരു കാക്കായും അടുത്ത കാക്കയും കൊണ്ട് മറ്റേ സാധനം മാറ്റിക്കൊണ്ടിരിക്കുക. റമദാൻ 21 മറന്നു വരും. വല്ലാഹി ഹക്ക്, ഈ സുഖമില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ കളവ് പറയണം. വല്ലാഹി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവന്മാരെവിടെയെങ്കിലും ഈ വാദം കേട്ടില്ലെങ്കിൽ, കേട്ട് നാണം കെട്ടെങ്കിലും അത് നിർത്തിപ്പോണം. അതിനു വേണ്ടിയാ പറയുന്നത്. സത്യം. ആ 2 സഹോദരൻ റമദാൻ മാസമല്ലേ, വാങ്ങി കവറിനകത്ത് ഇടുകയാണ്. അപ്പോ എന്നെ പെട്ടെന്ന് കണ്ടപ്പോ വാങ്ങി ഇടുന്നത് കണ്ടു. ഇനി വേറെ എന്തെങ്കിലും കിൻഡർ ജോയ് വാങ്ങാൻ വന്നെന്ന് പറയാൻ പറ്റൂലല്ലോ, ഞാൻ കണ്ടതല്ലേ. അപ്പൊ പിന്നെ വേഗം ഉസ്താദെ, പിന്നെ ഇത് ഇപ്പോഴത്തേക്കല്ലേ, പെരുന്നാളിന്. അപ്പൊ ഇവന്റെ അടുത്ത് ഇവന്റെ വാപ്പ പെരുന്നാളിന് ഹലാലാക്കി കൊടുത്തിരിക്കണം.
നോമ്പ് 21 ഹറാമും പെരുന്നാളിന് ഹലാലും അവനോട് ആരോ പഠിപ്പിച്ചു കൊടുത്ത പോലെ അവൻ എന്നോട് ഇത് പെരുന്നാളിന്റെ അവസാനം എപ്പോഴല്ല ഇപ്പൊ പെരുന്നാളിനേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ ഓർത്തു നോക്കിയേ സംഭവം. ഇങ്ങനെയാണ് ഇത്രയും അള്ളാഹു പാപമോചനത്തിന്റെ പേമാരിയാണ് റമളാനിൽ തരുന്നത്. എന്നിട്ട് പോലും അള്ള കാത്തിരിക്കുന്നു, ഒന്ന് പറയടാ എന്റെ പാപം പുറത്തുതാ എന്ന് എന്നോടൊന്ന് വാവിട്ട് കരഞ്ഞു പറയേ, ഞാൻ തയ്യാറാണ് നിനക്ക് പുറത്തു തരാൻ. എന്നിട്ട് പോലും നമ്മൾ പറയുന്നില്ല, എന്നിട്ട് പോലും നമുക്ക് സമയമില്ല. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത നമ്മൾ ഇപ്പോഴേ തൗബ ചെയ്തോ. കാത്തിരിക്കണ്ട പെങ്ങളെ, കാത്തിരിക്കണ്ട, എനിക്ക് മരണമെടുത്തില്ലല്ലോ. എന്റെ അരയിൽ കിടക്കുന്നത് ബാബയുടെ മുഖമുള്ള തകിടാണ് സാറേ, എന്റെ അരയിൽ കിടക്കുന്നത് അമ്മയുടെ കരടാണ് സാറേ, എന്റെ അരയിൽ കിടക്കുന്നത് മനുഷ്യ ദൈവങ്ങളുടെ നിർമ്മാണത്തിലുണ്ടാക്കിയ സംഭവങ്ങളാ. അതുകൊണ്ട് ഒരിക്കലും 100 വയസ്സിന് മുമ്പ് ഞാൻ മരിക്കൂല, എന്റെ ഭർത്താവ് മരിക്കൂല എന്ന് തീരുമാനിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ അബദ്ധമാണ്. പിശാച ചിന്തകളെ മനസ്സിൽ ചെന്ന് അവസാനം നിന്നെ വന്ന് കൊണ്ടുപോകുമ്പോ കൈകാലിട്ടടിച്ച് നിലവിളിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയം പൊട്ടിക്കരഞ്ഞു പോയത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കമിഴ്ന്നു കിടന്ന് കരച്ചിലോട് കരച്ചിൽ. എന്തേ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്, എന്തേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുന്നത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, ഞാൻ ആദ്യം ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. എന്റെ മിത്രമായിട്ട് എനിക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ മാത്രമായിരുന്നു. ഞാൻ ആദ്യം വാളെടുത്തത് നിങ്ങളിന്നും നമ്മളിന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നൊടുക്കാനായിരുന്നു. ഓരിപ്പിടിച്ച വാളും കൊണ്ട് യുദ്ധത്തിന്റെ രണാകണത്തിൽ അംർ ഇബ്നുൽ ആസ് ഓടിയിരുന്നത് മുഹമ്മദിനെ കൊല്ലാനാ. അന്ന് ഞാൻ മരിച്ചില്ലല്ലോ, അൽഹംദുലില്ലാഹ്. അന്ന് മരിക്കാത്തതിനാണോ വാപ്പ ഇന്ന് കരയുന്നതെന്ന് മക്കൾ ചോദിക്കുമ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയും, നല്ല മക്കളെ, അല്ല, അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ കാഫിറായി മരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അല്ലാഹു ദീർഘായുസ് തന്നല്ലോ. ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു പോയ ഒരു സമയമുണ്ടായിരുന്നു മക്കളെ, ഞാൻ മരിക്കാൻ കൊതിച്ചുപോയ ഒരു സമയമുണ്ടായിരുന്നു മക്കളെ. അവർ ചോദിച്ചു, അതെപ്പോഴാണ്? എന്റെ മുത്തു റസൂലിന്റെ സഹകാരിയായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെ കുറച്ചു നാളുണ്ടായിരുന്നല്ലോ. നബി തങ്ങളോടൊപ്പം നിഴല് പോലെ ഞാനും നടന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു, ഉണ്ടിരുന്നു, ഉറങ്ങിയിരുന്നു, യാത്ര ചെയ്തിരുന്നു. അന്ന് എത്രയോ സഹാബികൾ മരിച്ചു. അവർക്കെല്ലാം മയ്യത്ത് നിസ്കരിച്ചതാരാ? എന്റെ ഖൽബിന്റെ നൂറേ, നബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു ഭാഗ്യമാണ്! അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിക്കുമ്പോ അഹ്ലുബൈത്തിന്റെ ഒരു പ്രകാശമെങ്കിലും ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് നീ തരണമേ അല്ലാഹ്. 30 പ്രാവശ്യമെന്ന് പറയുന്നു, അതെല്ലാം 40 പ്രാവശ്യമെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദിന്റെ മയ്യത്ത് നമസ്കാരം നടന്നത് അത്ഭുതമല്ലേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് തനിക്ക് അല്ലാഹു തന്നത് മുഴുവനും സമർപ്പിച്ച, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന പ്രായം വരെയും സമയം വരെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഖിദ്മത്ത് നടത്തിയ ബഹുമാനപ്പെട്ട തൊടിയൂർ സാറ്, അല്ലാഹുവേ, ഈ മുക്കം ഓർഫനേജിന്റെ മുമ്പിലിരിക്കുന്ന ഇന്നത്തെ പ്രാർത്ഥനയുടെ ഒരു വിഹിതം ആ ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ പദ്ധതികൾ ഏറ്റുന്നതിന് കാരണമാക്കി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സുഖമില്ലാതെ കിടക്കുന്നു. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കാപ്പിൽ ഉമർ ഉസ്താദ്, അല്ലാഹുവേ, എല്ലാ ക്ഷീണവും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് ആയിരക്കണക്കിന് ആളുകളുണ്ട് മുസ്ലിമേ ദുആരക്കാൻ. അവര് മരണപ്പെട്ടാൽ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർ ഓടി വരികയാണ്. ഹൈദരി തങ്ങൾ കഴിഞ്ഞാൽ സ്വാദിക്കലി തങ്ങൾ വരുന്നു, സാദിക്കലി തങ്ങൾ വരുന്നു, ഹമീദലി തങ്ങൾ വരുന്നു,
വരുന്നു, അബ്ബാസ് അലി തങ്ങൾ വരുന്നു, മുനവർ അലി തങ്ങൾ വരുന്നു, ബഷീർ അലി തങ്ങൾ വരുന്നു, റഷീദ് അലി തങ്ങൾ വരുന്നു, അബ്ബാസ് അലി തങ്ങൾ വരുന്നു, ഷമീർ അലി തങ്ങൾ വരുന്നു. അല്ലാഹുവേ, ആ കുടുംബത്തിലെ സയ്യിദന്മാര് ഓടി ഓടി വന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോ എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് അവരവരുടെ സർവസ്വവും സമർപ്പിച്ചു പോയത് കൊണ്ടാ. എന്റെ മുമ്പിലിരുന്ന് ചായക്കടയിലും പള്ളിപ്പിണ്ണയിലും ഇരുന്ന് അല്ലാഹുവിന്റെ ആലിമീങ്ങളെ സയ്യിദന്മാരെ പച്ചയ്ക്ക് പറന്ന് കുംഭ വീർപ്പിക്കുന്ന കുംഭകർണന്മാരെ, ആരാങ്ങളാ നീ മരണപ്പെട്ടു പോയോ? ഒരു ദുആ ചെയ്യാൻ നിനക്കാരാ പൊന്നുമോനെ വരുന്നത്? ഏത് കള്ളുകുടിയനാ, ഏത് പെണ്ണുപിടിയനാ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ വരുന്നത്? അല്ലാഹുവേ, ഈ ഓർഫനേജിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ അവരിത്ര ആരോപണങ്ങൾ കേട്ടാൽ അതെല്ലാം മറന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ അവരിൽ ഒരാൾ മരണപ്പെട്ടു പോയോ, ഈ പ്രിയപ്പെട്ട മക്കളുടെ ഖൽബ് നിറഞ്ഞ ദുആ അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ അല്ലോ, നീ അവർക്ക് കൊടുക്കണേ അല്ലോ, നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അത് തന്നെയാണ് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. വേറൊന്നും എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആഗ്രഹിക്കണ്ട. അത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടൂല, കിട്ടുമെന്ന് നിങ്ങൾ മോഹിക്കണ്ട. നിങ്ങൾ എത്ര വലിയ വിപ്ലവം ദീനീ പ്രവർത്തനത്തിന് നടത്തിയാലും ഒരു കയ്യടി കിട്ടുമെന്ന് ഒരു പൊന്നുമോനും വിചാരിക്കേണ്ട. കിട്ടിയ ചരിത്രമില്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ അല്ലാഹുവിന്റെ കോടതിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾ ഈ മക്കളെ കരയിപ്പിക്കല്ലേ, ഈ മക്കളെ വേദനിപ്പിക്കല്ലേ, അവരെ പട്ടിണിക്കിടല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ, അവരെ കൽബിൽ കറവാരിയെറിയല്ലേ. അവരെ സംരക്ഷിച്ചോ, അല്ലാഹുവിന്റെ കോടതിയിൽ മുത്ത് റസൂല് നിങ്ങളെ സംരക്ഷിക്കും ഉറപ്പാണ്. കാരണം ലോകത്തെ ഏറ്റവും ഏറ്റവും സങ്കടപ്പെട്ട യതീമാരായിരം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതിനപ്പുറം ഒരു യതീമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. ഉമ്മയുടെ സ്നേഹം നല്ലതുപോലെ കിട്ടേണ്ട പ്രായത്തിൽ ഉമ്മ പോയി. വാപ്പ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു സാന്ത്വനവും ഒരു തണലും കിട്ടാതെ ആ പൂമരത്തണല് അൽഹംദുലില്ലാഹ് സങ്കടത്തോടെ വളരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, മദ്രസയിലൊക്കെ കുഞ്ഞുമക്കൾ പാടും, ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. സങ്കടത്തോടെ ആ വരികൾ പാടുമ്പോ കൽബ് പൊട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലിനെ സാന്ത്വനിപ്പിക്കാൻ ആരുമില്ലാതെ വളർന്നു. ആ മുത്ത് റസൂല് പറഞ്ഞു, അന വകാഫിൽ യതീമി ഹകദാ ഫിൽ ജന്നാ. ഈ രണ്ട് വിരൽ ചേർത്തിരുന്നാൽ എത്ര യോജിപ്പുണ്ടോ അത്രയും യോജിപ്പിലായിരിക്കും ഞാനും അനാഥ മക്കളെ ഇഷ്ടപ്പെട്ടവരുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ചേർക്കട്ടെ. ഇതൊരു തമാശയാണ് എന്ന് നിങ്ങൾ കരുതി പോകരുത്. മുക്കം ഓർഫനേജ് യതീംഖാനയ്ക്കും മറ്റും പൈസ വിരിക്കാൻ വേണ്ടി വാക്കവി പറയുന്ന വിടുവായി തരാണെന്ന് തോന്നിയാൽ ആ പൊന്നുമോന്റെ ഒരു കാലണ നീ മരിക്കാൻ പോകുമ്പോ വരെ ഈ സ്ഥാപനത്തിന് വല്ലാഹി റബ്ബിനാണ് സത്യം നീ കൊടുക്കണ്ട. അങ്ങനെ ഒരു ദാരിദ്ര്യം മുക്കം ഓർഫനേജിന് അള്ളാഹ് കൊടുക്കൂല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഒന്നും വേണ്ട. ചില ആളുകൾ പറയും നമ്മൾ 10 കൊല്ലം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹുടെ യതീംഖാനയൊക്കെ പട്ടിണിയാവും, അള്ളാഹിന്റെ പള്ളിയൊന്നും ഒന്നുമില്ലാതാവും, ഹൗലൊക്കെ പറ്റിപ്പോ നിനക്ക് എവിടുന്ന ഈ കാശ് കിട്ടിയത്? എന്റെ വാപ്പായുമ്മയുടെ ഫ്രണ്ടിൽ മരം വെച്ചിട്ട് കുലിക്കിയതല്ല, നിനക്ക് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തന്നതുകൊണ്ടല്ലേ. എത്ര എണ്ണമുണ്ട് കോഴിക്കോട് ജില്ലയിൽ വീടിന്റെ മൂലയ്ക്ക് ചടഞ്ഞ് നടക്കാനും ഓടാനും കഴിയാതെ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ടില്ലേ, നമ്മുടെ ആരുടെ മോനാണത് നടക്കാൻ വയ്യാത്ത? നിങ്ങളുടെ മോനല്ലേ? ഇവിടെ നമ്മൾ ഭക്ഷണം ചെയ്യാൻ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ലാസ്റ്റ് വരാൻ നേരത്തെ പേര് ചോദിച്ചിരുന്നു, അബ്ദുൽ സമദ്. എത്ര പ്രായമുണ്ട്? ആ വീട്ടിലെ മൂത്ത മകനാണ്. ഒന്നും അറിയില്ല, ഒന്നും ചെയ്യാനറിയില്ല. ഗെയിം കളിക്കുന്ന ചെറിയൊരു സാധനം കയ്യിൽ വെച്ചിട്ട് കൊച്ചുകുട്ടികളെ പോലെ ഏകദേശം 40 വയസ്സിനകത്ത് പ്രായം വരും, 30-38 വയസ്സിനകത്ത് പ്രായം വരും, കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ നടക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, കോഴിക്കോട് ജില്ലയിൽ എത്ര എണ്ണമുണ്ട് ആരോഗ്യത്തോടെ നടന്നിട്ട് പെട്ടെന്ന് പന്ത് കളിക്കിടയിൽ പരിക്കേറ്റിട്ട് വീണുപോയില്ലേ? നിന്റെ കോടികൾ എവിടെ പോയി? നീ വലിയ കോടീശ്വരനായിട്ട് കവഞ്ഞില്ല, എവിടെ പോയി? ഒരു നേരത്തെ മരുന്നിന് തികഞ്ഞോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇപ്പോഴും നിന്റെ ഞരമ്പിലും നിന്റെ ശരീരത്തിലും രക്തമോട്ടിക്കുന്ന അല്ലാഹുവാണ്. ആ പടച്ചവന് വലിയ താമസമൊന്നും വേണ്ട നിന്റെ ശരീരത്തിൽ ചെറിയ അപാകത തരാൻ. അല്ലാഹയെ വെല്ലുവിളിക്കാറായില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് അങ്ങനെ ഒരു ചെറിയ വിഷമം തന്നാൽ നമ്മുടെ കുടുംബം സർവ്വതും തകരും. പിന്നെ ഞാനും നിങ്ങളും
തട്ടം പിരിച്ച് പള്ളിയുടെ മുമ്പിൽ ഇരിക്കേണ്ടി വരും പൈസക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ നമുക്ക് യതീമക്കൾ എന്ന് പറഞ്ഞാൽ അരാജകത്വം, ആരുമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിൽ. അങ്ങനെ നിന്റെ കുടുംബത്തിൽ നാളെ സുപ്രഭാതത്തിൽ ഒരു സംഭവം ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നിങ്ങൾ കരുതി പോകണ്ട അല്ലേ? രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ തലയെടുപ്പോടുകൂടി വളരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നിൽ കൈയിട്ട് വാരലും കുംഭവീർപ്പിക്കലും ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും. ഏത് യതീംഖാനയ്ക്കെതിരെയാണ് ആരോപണമില്ലാത്തത്? ഏത് അറബി കോളേജിനെതിരെയാണ് കുറ്റപ്പെടുത്തലുകളില്ലാത്തത്? കേരളത്തിൽ ഏതെങ്കിലും സ്ഥാപനം അങ്ങനെ ഉണ്ടോ? എന്റെ സ്ഥാപനത്തെക്കുറിച്ച് ആരും ഒന്നും പറയില്ല എന്ന് പറയാൻ മിടുക്കരായ ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടോ? എല്ലാ സ്ഥാപനത്തിലും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് വൃത്തിയോടെ ചെയ്യും. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്തിട്ട് നിങ്ങളുടെ മക്കൾ യതീമാകുന്നതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോഴാണ് ആ വാക്കിന്റെ വില നമ്മൾ അറിയുക. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ പൊന്നുമോന്റെ തലയിൽ കൈവച്ച് തടവുന്നവന് ഞാൻ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് എത്ര ദുആരക്കും. റബ്ബേ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നിന് ഞാൻ മുത്തം കൊടുക്കുമായിരുന്നു. ഞാൻ മണ്ണിനടിയിലായി പോയല്ല, എന്റെ പൊന്നുമോനെ നീ കരയിപ്പിക്കല്ലേ. ആര് വന്നവന്റെ തലയിൽ തലോടിയാലും നീ പുണ്യം കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അവന്റെ തലയിൽ തലോടുമ്പോൾ ആ രോമത്തിന്റെ എണ്ണം അനുസരിച്ച് അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ആരുടെ? തടവുന്നവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നു. യതീം എന്നൊരു വിഷയം ഞാൻ തയ്യാറാക്കി. 1 മണിക്കൂർ ആ വിഷയം തയ്യാറാക്കിയിട്ട് ഞാൻ നിർത്തി. കാരണം എന്താ? എനിക്ക് പേന കൊണ്ടുപോലും വല്ലാഹി അങ്ങോട്ട് അക്ഷരങ്ങൾ എഴുതി ചേർക്കാൻ കഴിയാത്തത്ര നൂറുകണക്കിന് സങ്കടപ്പെടുത്തുന്ന ഹദീസുകളാണ്. സഹിക്കാൻ പറ്റിയില്ല, നിർത്തിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? യതീമിന്റെ ചിന്ത കൂടുതൽ വരുമ്പോൾ എന്റെ മക്കളെ കുറിച്ച് ഞാനിങ്ങനെ ഓർത്തുപോവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. 2 വിരൽ ഇതുപോലെ ഒരു സ്ഥാനം ലോകത്ത് ആർക്ക് കൊടുത്തു? നിങ്ങൾ പറയും, ആർക്ക് കൊടുത്തു? ലോകത്തേരെങ്കിലും ഒരാൾക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളെ ചേർന്നിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരൊറ്റ കാര്യത്തിനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ താല്പര്യവും മനസ്സുള്ളവർ ഇൻഷാ അല്ലാഹ് ചെയ്തു കൊടുക്കും. ഈ പേമാരിയെ സ്നേഹം കൊണ്ട് ഞങ്ങൾ തോൽപ്പിക്കുന്നു അല്ലാഹ്. ഈ പേമാരിയെ നിന്റെ മുത്ത് റസൂലിന്റെ ഹദീസ് കൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുത്തുന്നു അല്ലാഹ്. എന്നിട്ട് ആ സ്നേഹം ഞങ്ങൾ പ്രകടമാക്കുന്നു അല്ലാഹ്. ചെയ്തു കൊടുക്ക്. മുക്കം ഓർഫനേജിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ഓർഫനേജിന്റെ വളർച്ചയ്ക്ക് 3 ലക്ഷം കൊടുത്ത് ഫണ്ട് ഉദ്ഘാടനം ചെയ്തതുപോലെ ഇനിയും വളരട്ടെ. 1000 10,000 മക്കൾ വരട്ടെ. അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും ഇതാ ഞങ്ങളുടെ ഉമ്മച്ചാന്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഓടി കീറിയ വസ്ത്രവും ധരിച്ചുകൊണ്ടവർ ഓടി വരട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കൊണ്ടുപോവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം നിർത്തുന്നില്ല, അങ്ങനെ തോന്നിപ്പോരുത്. നിങ്ങൾ മഴയാണെങ്കിലും ആള് കുറവാണ്, ഞാൻ അങ്ങനെ നിർത്തത്തൊന്നുമില്ല. നിങ്ങൾ സഹകരിച്ചാൽ നല്ല റാഹത്തോടെ ഞാൻ എല്ലാ ക്ഷീണവും മറന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരാം. ബാക്കി സഹായമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്നിപ്പോ വേറെ പിരിവൊന്നുമില്ല. വന്നവിടെ പാലത്തായി മൊയ്തുവാജി ഇവിടെ ഉണ്ടായിരുന്നു. എത്ര ഉണ്ട്? 25,000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാ സ്ഥാപനത്തിനും ഉണ്ട് അദ്ദേഹത്തിന്റെ സ്വതക്ക. അദ്ദേഹത്തിന്റെ മക്കളെ അള്ളാഹു ഐശ്വര്യത്തിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നേരത്തെ പോയതാ, വാതിലിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിരിവിന് വേണ്ടി ഒന്നും മെനക്കെടുന്നില്ല. അങ്ങനെ മെനക്കെട്ടൊരു പിരിവോടെ ഉണ്ടാവുകയില്ല. സംഘാടകരങ്ങനെ മോഹിക്കുകയും വേണ്ട. ഇടയ്ക്ക് എല്ലാ സദസ്സിലുള്ളത് പോലെ ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഇവിടെയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ആ സമയത്ത് തരുന്നതാണ് ഖൈറായ സ്വതക്ക. അല്ലാതെ ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിച്ചുണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പറയുന്നത് തന്നെ കേട്ടിട്ട് സന്മനസ്സുള്ളവർ ചെയ്യും. ഖൈറ് അള്ളാഹുവിന്റെ ഒരു വലിയ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. വേഗം ചെല്ല് എന്നോ ബിസ്മില്ലാ ചെല്ല്. കമ്മിറ്റി പിന്നെ കൂടെ പോ. ഈ പെരുമഴയത്തിന് കമ്മിറ്റി പോയിട്ടൊന്നും കാര്യമില്ല. ഉള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരുടെ അടുത്തും കൊണ്ടുപോകും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ചെയ്തു കൊടുക്ക്, നല്ല കാര്യമായി ചെയ്തു കൊടുക്ക്. പോക്കറ്റിലുള്ളതിൽ ഏറ്റവും ചെറുത് നോക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ദുരന്തങ്ങൾ അള്ളാഹു മാറ്റട്ടെ. പോക്കറ്റിലുള്ളതിൽ വലുത് നോക്കണം, ചെറുത് നോക്കരുത്. അത് നല്ല ശീലമല്ല. പിന്നെ അവസാനം ചെറുത് മാത്രമായി പോവും. അള്ളാഹു തരുന്നതാണെന്ന ബോധവും ഓർമ്മയും വേണം. അള്ളാഹു തരാത്ത ഒരു നാണയത്തോട് നമുക്കില്ല. സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ കഥ. ആ ഗൗരവത്തോടുകൂടി ആലോചിച്ച് എല്ലാവരും ചെയ്തു കൊടുക്കുക. സഹോദരിമാരൊക്കെ കാര്യമായി ചെയ്തു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്തിനാ പിന്നെ കരഞ്ഞത്? നമ്മുടെ വിഷയം ഇവിടെ എത്തിയതുള്ളൂ.
അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആദ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ എതിരാളിയായിരുന്നു, അന്ന് ഞാൻ മരിച്ചില്ല. പിന്നീട് ഞാൻ റസൂലുള്ളാഹിയുടെ അനുയായിയായി. അന്ന് ഒരുപാട് ആളുകൾ മരിച്ചു. റസൂലുള്ള മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഞാനും മരിച്ചിരുന്നെങ്കിൽ. പക്ഷെ എന്റെ മരണം അപ്പടി നടന്നില്ല. അള്ളാഹുവിന്റെ റസൂല് വഫാത്ത് കഴിഞ്ഞു. പിന്നെയും ഒരുപാട് നാള് കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരുപാട് സ്വത്തൊക്കെ വന്നു, വീടായി, സൗകര്യങ്ങളായി. ഇന്ന് ഞാൻ മരണപ്പെടുമ്പോ എനിക്ക് പേടിയാ മക്കളെ, എനിക്ക് പേടിയാ മക്കളെ, എനിക്ക് പേടിയാ. അള്ളാന്റെ കോടതിയിൽ ഞാൻ ഒരുപാട് ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ഭയം കൊണ്ടാണ് പൊട്ടിക്കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു സങ്കടത്തോടുകൂടി പറയുമ്പോ പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതിനു മുമ്പൊരുങ്ങിക്കോ, ആ മരണം വരുന്നതിന് മുമ്പൊരുങ്ങിക്കോ എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേടിയില്ല. പേടിയില്ലാത്ത ഒരു കാലം വരുമെന്നാണ്, തെറ്റുകൾക്ക് പേടിയില്ലാത്ത ഒരു കാലം. ഇന്ന് വ്യഭിചരിക്കുന്നത് ആണത്വത്തിന്റെ അടയാളമാണ്. 10 ചെറുപ്പക്കാർ വട്ടം കൂടിയിരുന്നിട്ട് പറയുന്നു, ഞാൻ ഇന്നലെ രാത്രിയിൽ സ്ഥിരം വാട്സപ്പിലൂടെ എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി. ഞാൻ ചെല്ലുമ്പോ എല്ലാവരും ഉറങ്ങി. അവൾ എനിക്ക് സൗകര്യമൊരുക്കി തന്നു. ഞാൻ പിന്നിലൂടെ കടന്നു ചെന്ന് ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോ കൂടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് പറയുന്നതെന്താണ്? കൈ എന്ന് പറയാം, നീയാണ് ആൺകുട്ടി. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാത്തവൻ ആണും പെണ്ണും കെട്ടവനാ, അവൻ തരം താണവനാ, യോഗ്യതയില്ലാത്തവനാ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാലം. കള്ളു കുടിച്ചില്ലെങ്കിൽ അവനാണല്ല അല്ലേ? ഈ പെരുന്നാൾ നമ്മുടെ ചെറുപ്പക്കാർ ആഘോഷിച്ചത് കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ഉടുത്തായിരുന്നു. എന്തുകൊണ്ട്? ഒരു സിനിമയുടെ പ്രാന്ത് തലയിലേക്ക് കയറിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരി എന്ന മനോഹരമായ താടിയെപ്പോലും ഒരു സിനിമാ നടന് വേണ്ടി കോലം കെട്ടാൻ ചെറുപ്പക്കാർ മനസ്സ് കാണിച്ചത് മുത്തു റസൂലിന് അത്ര സ്ഥാനമേ അവർ കൊടുക്കുന്നുള്ളൂ. எங்கள் நபிகள் இருக்கும் வீட்டில் விளக்கே தேவையில்லை, விளக்கே தேவையில்லை. எங்கள் நபிகள் இருக்கும் வீட்டில் விளக்கே தேவையில்லை, വിളക്കേ തേവയില്ലേ. എന്റെ റസൂൽ ഇരിക്കുന്ന വീട്ടിൽ ഒരു വിളക്കിന്റെ ആവശ്യമില്ല. എന്റെ മുത്തു റസൂൽ നടക്കുന്ന വഴിയിൽ സൂര്യൻ നാണിച്ചു പോകുന്നു. എന്റെ മുത്തു ഹബീബ് ഇരിക്കുന്ന സ്ഥലത്ത് പൂന്തോട്ടത്തിലെ പൂവുകളിതാ കൊഴിഞ്ഞു പോകുന്നു. എന്റെ മുത്തേ, അങ്ങ് അത്രത്തോളം സൗന്ദര്യത്തിന്റെ ഉടമയാ. ആ മുത്തുനബിയെക്കാലം സൗന്ദര്യമുള്ളവൻ ആരാ സിനിമയിൽ? ആ മുത്തുനബിയെക്കാളും നിന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞവൻ ആരാ സിനിമയിൽ? എന്റെ ചെറുപ്പക്കാരാ, തോറ്റുപോയല്ലോ, നീ പരാജയപ്പെട്ടു പോയല്ലോ. മടങ്ങിവാ പൊന്നുമോനെ, തൗബ ചെയ്ത് മടങ്ങിവാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനു യഖാഫു ദുനൂബുഹു യഖാഫൂന യഖഅലൈഹി. ഒരു വിശ്വാസി തന്റെ പാപങ്ങളെ കാണുന്നത് പർവ്വതം തലയിൽ വീഴുന്ന പോലെയാണ്. പർവ്വതം പൊട്ടി തലയിൽ വീഴുന്ന പോലെ ഒരു വിശ്വാസി തെറ്റുകളെ കാണും അവന് പേടിയാണ്. ചെറിയ തെറ്റ് ചെയ്താലും അവന് ഉറക്കമില്ല, അവന് സമാധാനമില്ല, അവന് സ്വസ്ഥതയില്ല. അവന്റെ മനസ്സ് പറയും, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയല്ലോ. അവന് സങ്കടത്തോടുകൂടി പൊട്ടിക്കരയും. അതുകൊണ്ടാണ് നൂഹ് നബി 300 വർഷം കരഞ്ഞത്. നൂഹ് നബി 300 വർഷം കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലായ നൂഹ് നബിയോട് അള്ള പറഞ്ഞു, കപ്പലുണ്ടാക്കിക്കോ, വിശ്വസിക്കാത്തവര് മുഴുവനും അതിന്റെ അകത്ത്, വിശ്വസിച്ചവര് കയറിയിട്ട് വിശ്വസിക്കാത്തവര് മുഴുവനും ജലപ്രളയത്തിൽ മുങ്ങി നശിക്കട്ടെ. നൂഹ് നബി കപ്പലുണ്ടാക്കിയപ്പോ അള്ളാഹുവേ ജലപ്രളയമുണ്ടായി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കപ്പലിൽ വിശ്വസിച്ചവരങ്ങോട്ട് കയറി. സന്തോഷത്തോടെ കപ്പല് നീങ്ങുമ്പോ നൂഹ് നബിയുടെ പൊന്നുമോൻ വെള്ളത്തിനകത്ത് കിടന്ന് കൈകാലിട്ടടിക്കുന്നു. നൂഹ് നബി പറഞ്ഞു, മകനെ കേറിക്കോ. കൂടെയുള്ളവർ പറഞ്ഞു, നബിയേ, നൂഹ് നബിയേ, അങ്ങയുടെ മോൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. നൂഹ് നബി പറഞ്ഞു, എന്റെ പൊന്നുമോനല്ലേ, ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞുകൊള്ളാം. എന്റെ മോനല്ലേ.
അള്ളഹാനോടൊന്ന് പറയാൻ എന്റെ മോനായി പോയി പടച്ചവനെ എന്ന് പറഞ്ഞുകൊള്ള. പക്ഷേ മോന് കേറാൻ പറ്റിയില്ല. മകൻ വാപ്പാ കാണുന്ന പർവ്വതത്തിൽ ഞാൻ കേറിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു മോൻ മുങ്ങിച്ചത്തുപോയി എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം അല്ല പറയാത്ത ഒരു കാര്യമല്ലേ ചെയ്തത്. മോനാണെങ്കിലും വാപ്പയാണെങ്കിലും വിശ്വസിച്ചവർ രക്ഷപ്പെടട്ടെ എന്നല്ല പറഞ്ഞപ്പോ അതിന് വിപരീതമായി നൂഹ് നബി ചിന്തിച്ചു എന്ന ഒരൊറ്റ തെറ്റിന്റെ പേരിൽ 300 കൊല്ലമാണ് മഹാനായ നൂഹ് നബി കരഞ്ഞതെന്ന് ചരിത്രകാരന്മാര് പറയുന്നു. കരഞ്ഞ് 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 കണ്ണിന്റെ ചാല് നൂഹ് നബിയുടെ മുഖത്ത് വന്നുപോയെന്ന് ചരിത്രകാരന്മാര് പറയുന്നു. എന്തുകൊണ്ടാ? നമുക്ക് തെറ്റിനെ കുറിച്ച് ഗൗരവമില്ല, വൻപാപങ്ങളെ കുറിച്ച് ഗൗരവമില്ല. ഉമ്മയെ തെറി വിളിക്കൽ വൻപാപത്തിൽ പെട്ടതാ നമ്മൾ കണക്കാക്കിയിട്ടില്ല. യതീമിന്റെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന അള്ളാഹു വെറുക്കുന്നതാ നമുക്ക് ഗൗരവമില്ല. പലിശ തിന്നുന്നത് എത്ര ലാഘവത്തോടു കൂടിയാ നടക്കുന്നത്. കള്ളുകുടിക്കുന്നതും പലിശയും വ്യഭിചാരവും തെറ്റുകൾക്ക് നമുക്കിന്ന് ഭയമില്ല. ആ ഭയമില്ലായകയാണ് പ്രിയപ്പെട്ടവരെ തൗബയിൽ നിന്ന് ഇബാദത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയുമോ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരിൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് ഇന്നും നാളെയും കൊണ്ട് അള്ള തിരഞ്ഞെടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതാരെന്നറിയോ ചെറുപ്പക്കാരാ? എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളാണോ? നിങ്ങൾ എന്നോട് പറയുന്ന ഉസാർ ഉസാറെ നിങ്ങളെ എത്ര ദിവസം ഞങ്ങൾ കണ്ടു, എത്രയോ പ്രോഗ്രാമിന് നമ്മൾ വന്നു, അതൊക്കെ ദുനിയാവിന്റെ കണക്കാണ്. യുവത്വമേ, അള്ളാഹന്റെ കോടതി ചെല്ലുമ്പോ അവിടെ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെട്ടേ പറ്റൂ. എന്റെ മുമ്പിലിരിക്കുന്ന ആസാദും ഒഫൂറക്കായും നൗഷാദും ഷാഫിയും ഷംസും ഒക്കെ ചിന്തിക്കുക. ആരുമില്ലാത്ത ലോകത്ത് ആരും കാണില്ല പ്രിയപ്പെട്ടവരെ. ഇവിടത്തെ ബന്ധം കൊണ്ട് രക്ഷപ്പെടാമെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണ്ട. അതുകൊണ്ട് ഈ സദസ്സിലും എന്റെ പ്രിയപ്പെട്ട 100 കണക്കിന് ചെറുപ്പക്കാരന്റെ ചിന്തിക്കുക. അല്ലാഹുവേ അല്ലാഹുവേ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതിന് മുമ്പ് മരണപ്പെട്ട നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നിങ്ങളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. മാമിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ശാബിൻ തായിബ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊരു ചെറുപ്പക്കാരനെയാണ്. ഏത് ചെറുപ്പക്കാരനെന്നറിയോ? തൗബയെക്കുറിച്ച് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് അവന് സമാധാനമില്ല. അവനവിടെ കിടന്ന് ഉരുളുകയാണ്, കരയുകയാണ്. എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അവൻ എഴുന്നേക്കുകയാണ്. അല്ലാഹുവേ ചെയ്തു പോയല്ല, ചെയ്തു പോയല്ല, ഇനി ചെയ്യൂല അല്ല, എനിക്ക് പുറത്തു തരണേ അല്ലോ. ഈ ഒന്നൊരു വാക്ക് റബ്ബുൽ ആലമീനായ പടച്ചവനോട് പറഞ്ഞാൽ അവന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ. ഭയങ്കര ഇഷ്ടമാണല്ല. ബനി ഇസ്രായേൽ ഒരു മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാണ്. ബനി ഇസ്രായേൽപ്പെട്ട ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യൻ, ഒരു പുണ്യവും അയാൾ ചെയ്തില്ല. പക്ഷെ അയാൾ മരിക്കുന്ന സമയം അയാളുടെ മക്കളോട് പറഞ്ഞു, എന്റെ മയ്യത്ത് നിങ്ങൾ കരിച്ചിട്ട് അതിന്റെ പൊടിപടലങ്ങൾ വാരി ഒരു സഞ്ചിയിലാക്കി കടലിൽ കൊണ്ടുപോയി ഒഴുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാണ്, ബനി ഇസ്രായേൽ ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞു. ഒരു നന്മയും അയാൾ ചെയ്തില്ല. പക്ഷെ അയാൾ മരിക്കുന്ന സമയം മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ റൂഹ് പിരിഞ്ഞാൽ ആ സമയത്ത് എന്നെ കത്തിച്ച് കരിച്ച് അതിന്റെ പൊടിയെടുത്ത് പൊതിഞ്ഞ് ഒരു സഞ്ചിയിലാക്കി പുഴയിൽ കൊണ്ടുവന്ന് ഒഴുക്കിയേക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, നബിയെ മക്കളങ്ങനെ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ആ മനുഷ്യനെ കരിച്ചിട്ട് അയാൾ പറഞ്ഞതുപോലെ പൊടി സഞ്ചിയിൽ പൊതിഞ്ഞ് സമുദ്രത്തിൽ കൊണ്ടുവന്നൊഴുക്കി. സഹാബികൾ ചോദിച്ചു, അപ്പോ ഈ മനുഷ്യന്റെ പരലോകത്തെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ മനുഷ്യനെ പരലോകത്തേക്ക് ഈ മനുഷ്യൻ കടന്നു വരുമ്പോ അല്ലാഹ് ആ മനുഷ്യനോട് ചോദിക്കുമത്രേ,
എന്തിനാണ് നിന്റെ ശരീരത്തെ കരിച്ചു കളയാൻ പറഞ്ഞത്? ആ സമയത്താ മനുഷ്യൻ പറയുന്നു ലി ഖശിയതികയാ അല്ലാഹ്, നിന്നെ പേടിച്ചിട്ടാ പടച്ചവനെ, നിന്നെ പേടിച്ചിട്ടാ തമ്പുരാനെ. ഒരു നന്മയും ഞാൻ ചെയ്തില്ലല്ലോ, ഒരു പുണ്യവും ഞാൻ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയാ. എന്നെ ഖബറിന്റെ അകത്ത് കൊണ്ടുവന്നാൽ എനിക്ക് പേടിയാ. കൊത്തിവലിക്കുന്ന പാമ്പുകളെ എനിക്ക് പേടിയാ. ആ നരകത്തിന്റെ കനൽക്കട്ടകളെ എനിക്ക് പേടിയാ. ആ കത്തിയാളുന്ന നരകത്തിന്റെ വിറകാകാൻ എനിക്ക് പേടിയാ എന്നാ മനുഷ്യൻ പറയുമ്പോ അല്ലാഹു പറയുന്നു, അത്രത്തോളം എന്നെ പേടിയാണെങ്കിൽ നിനക്ക് എല്ലാ പാപങ്ങളും ഞാനിതാ പുറത്തു തന്നിരിക്കുന്നു എന്ന് പരലോകത്ത് പറയുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു പേടിയുണ്ടല്ലോ, പേടിച്ചിട്ട് ഇനി ചെയ്യൂല റബ്ബേ, എനിക്ക് പേടിയാവാണ്. അല്ലാഹുവിനതൊക്കെ വലിയ ഇഷ്ടമാണ്. പേടിക്കുക, കരയുക, തൗബ ചെയ്യുക. അല്ലാഹുവിന് ഈ സംഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഉസ്താദേ, നിങ്ങൾ എത്ര വാളു പറഞ്ഞാലും തെറ്റിൽ നിന്ന് ഒഴിവാകാൻ എന്നെ കൊണ്ട് പറ്റൂല. ചില ചെറുപ്പക്കാർ പറയുന്നതാ, സാറേ എത്ര നിങ്ങൾ വാതു പറഞ്ഞു, നിങ്ങൾ എത്ര കാസറ്റ് ഞാൻ കേട്ടു, എന്നാലും ആ പെണ്ണുമായിട്ടുള്ള കമ്പനി ഒഴിവാക്കാൻ പറ്റൂല. എനിക്ക് ഇരുന്നിരുന്ന് കിട്ടിയ ഒരു തങ്കക്കുടവാവസ്ഥ. ഞാൻ എത്ര കഷ്ടപ്പെട്ട്, എല്ലാ ചെറുപ്പക്കാർക്കും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ത്യാഗം ചെയ്ത് കിട്ടിയത്. അവളെ ഓർക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖമാണ്. അതങ്ങനെ സ്വന്തം ഭാര്യയല്ലാതെ വേറെ ഏത് പെണ്ണിനെ ഓർക്കുമ്പോഴും ചെറുപ്പക്കാർക്കൊരു പ്രത്യേക സുഖമാണ്. അത് ലോകത്ത് പിശാചുണ്ട് എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ ഭാര്യ ധരിക്കുന്ന വസ്ത്രം വേറൊരു പെണ്ണ് ധരിക്കട്ടെ, നിങ്ങൾ ഭാര്യയോട് പറയില്ല ഈ സാരി മാറ്റടി, ഈ പർദ്ദ മാറ്റടി, ഈ ചുരിദാർ മാറ്റടി നിങ്ങൾ പറയില്ല. ഇതൊക്കെ വേറൊരു പെണ്ണ് ധരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല സൗന്ദര്യമായിട്ട്. എന്നാൽ ആ പെണ്ണ് നിങ്ങൾ കെട്ടിയാലോ പിന്നെ ആ പെണ്ണ് സൗന്ദര്യം ഉണ്ടാവില്ല. അതാണ് പെണ്ണിന്റെ പ്രത്യേകതയാണ്. നമുക്ക് ഇപ്പോ ലോകത്ത്, ഞാനതിലേക്ക് കടക്കുന്നില്ല, കടന്നാൽ ഇച്ചിരി സങ്കടമായി പോകും. ലോകത്ത് ഒരു മനുഷ്യന് തന്റെ ഭാര്യയിൽ ലൈംഗിക തൃപ്തി കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്തെന്നറിയും? നിങ്ങൾ ഒരു വനിതയും വായിക്കേണ്ട പെങ്ങന്മാരെ, ഒരാഴ്ചപ്പതിപ്പിലും ആ മരുന്നൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്ക് ലാഭമുണ്ടാക്കുന്ന ലൈംഗിക ഉത്തേജക മരുന്നാണ്. ഇതൊക്കെ അതിന് പറയണമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ചെറുപ്പക്കാർ അതിനുവേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുക. ശരീരത്തിന്റെ ഞരമ്പുകൾക്ക് കേടുപാട് വരുത്തുന്ന മാസ്മരിക മരുന്നുകൾ കുത്തിവെച്ച് അതിനുവേണ്ടി വികാരത്തിന്റെ സുഖത്തിന് വേണ്ടി മനുഷ്യനോടുമ്പോ പിന്നിൽ മാരക രോഗം ഒളിച്ചിരിക്കുന്നു എന്നറിയുന്നില്ല. RCCയിൽ കിടക്കുന്നുണ്ട്. വൃക്ക തകരാറായവരുടെയൊക്കെ കഥയുണ്ട്, വായിച്ചു നോക്കണം. അതിന്റെയൊക്കെ പിന്നിൽ ഇത്തരം മരുന്നുകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്കതൊന്നും അറിയില്ല. തലച്ചോറിൽ ബാധിച്ച ക്യാൻസറുകളിൽ ഒരു 70% പുതിയ ജെല്ലാണത്ര കാരണം. ചെറുപ്പക്കാര് തലയെടുത്ത് നോക്കിയാൽ കക്കൂസ് എഴുതുന്ന ബ്രഷ് പോലെ ഇരിക്കും ചെറുപ്പക്കാരുടെ തല കണ്ടാൽ. എന്തൊരു തല, ആ മുടിയൊക്കെ ഇരിക്കുന്ന കോലം കാണണം. ജെല്ലം കൊണ്ട് തേച്ച് മരിച്ച് 40 ദിവസം കഴിഞ്ഞാൽ അവന്റെ മുടി താരൂല, പൊങ്ങി ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതൊക്കെ പുതിയ സ്റ്റൈൽ. പകുതി ട്രൗസറും പൊങ്ങിയ മുടിയുമാണ് ന്യൂ ജനറേഷൻ എന്നാ പറയാ. ഇതൊക്കെ നമ്മുടെ മക്കളുടെ അവസ്ഥയാണ്. എന്തുകൊണ്ട് സ്വന്തം ഭാര്യയിൽ ലൈംഗിക തൃപ്തി കിട്ടുന്നില്ല എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ: മറ്റ് സ്ത്രീകളെ നമ്മൾ കൊതിക്കുന്നത് കൊണ്ടാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ആ കൊതി എന്ന് തീരുവോ അന്നല്ലാതെ നിന്റെ ലൈംഗിക ജീവിതത്തിനൊരു പരമാനന്ദ സുഖം അള്ളാഹു തരൂല. ഇത് അള്ളാഹു തരണതാണ്. നിങ്ങൾ ഈ കഴിവ് നിങ്ങളെ കഴിവുകൊണ്ട് കിട്ടണതല്ല. ഈ കുടുംബജീവിതവും സുഖവും സന്താനവും തൃപ്തിയും ഒക്കെ അള്ളാഹു തരണം. അള്ളാഹു തരണം. നിങ്ങൾ പറയും ഇതിലൊക്കെ അള്ളാഹ് ഇടപെടണോ? ഇത് ഇബാദത്ത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. മുത്ത റസൂൽ അതിന് ദിക്റും സ്വലാത്തും ഒക്കെ പഠിപ്പിച്ചത് കന്നുകാലികളെ പോലെ നിങ്ങൾ ജീവിക്കരുത് എന്ന് വെച്ചിട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ? വളരെ സങ്കടമുണ്ട് ആ വിഷയത്തിൽ. അപ്പോ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരണമെന്ന് പറഞ്ഞ് തൗബ ചെയ്താലും വീണ്ടും തെറ്റ് ചെയ്തു പോവാൻ ഈ പരാതിയുമായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നു. സഹിക്കാൻ പറ്റുന്നില്ല തങ്ങളെ, എത്ര തൗബ ചെയ്താലും വീണ്ടും വ്യഭിചാരം, വീണ്ടും കള്ളുകുടി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു 5 കാര്യം നിനക്ക് പറഞ്ഞു തരാം. ഈ 5 കാര്യത്തിൽ നീ ഒരു തീരുമാനമുണ്ടാക്കിയാൽ എന്ത് തെറ്റു വേണമോ നീ ദുനിയാവിൽ പിന്നെ ചെയ്തുകൊള്ളുക.
ഞാനൊരു 5 കാര്യം നിനക്ക് പറഞ്ഞു തരാം. നിനക്ക് തെറ്റ് ചെയ്യേണ്ടി വന്നുപോയാൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ട് നീ തെറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പറഞ്ഞാലും ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ ഭക്ഷണം കഴിക്കല്ലേ. അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും അല്ലാഹു നിന്നെ പിടിക്കുമെടാ, ഉറപ്പായും അല്ലാഹു നിന്നെ പിടിക്കുമെടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് അല്ലാഹുവിന്റെ ഭക്ഷണമല്ലാതെ നമ്മൾ എന്താ കഴിക്കുന്നത്? അല്ലാഹുവിന്റെ ഭക്ഷണമല്ലേ ലോകം മുഴുവനും. കുടിക്കുന്ന കുപ്പിവെള്ളത്തിൽ പോലും വിഷം എന്ന് പത്രമാധ്യമങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം സുപ്രഭാതത്തിന്റെ മെയിൻ ഹെഡിങ് തന്നെ, സുപ്രഭാതം പത്രത്തിന്റെ മെയിൻ ഹെഡിങ് തന്നെ കുപ്പിവെള്ളം കുടിക്കരുത് എന്നാണ്. കുപ്പിവെള്ളം കുടിക്കരുത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നോക്കണമല്ലോ. കുപ്പിവെള്ളം കുടിക്കരുത്. നല്ല അന്വേഷണം നടത്തിയിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, മിനറൽ വാട്ടറിൽ പോലും മാരക വിഷങ്ങൾ. നമ്മുടെ കേരളത്തിൽ മാഗി കുറെ കാലം പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇപ്പൊ ലാസ്റ്റ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതൊന്നും പ്രശ്നമില്ലാത്തതാണ്. എവിടെ ആരാണ് ഇതൊക്കെ പറയാ? നമ്മുടെ നാട്ടിൽ ഒരിക്കലും അതൊന്നും നിരോധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിചാരിച്ചോ? അതൊന്നും നിരോധിക്കാൻ പോകുന്നില്ല. ഇനി അതൊക്കെ കൊണ്ട് ഈ പെറ്റുപെരുകിയ മക്കളെ കൊന്നൊടുക്കലാണ് അടുത്ത ലക്ഷ്യം. 3, 4, 5, 6 മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമുദായത്തിൽ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിന്റെ മക്കളല്ലേ. അവർക്കാണ് യത്തീംഖാന എന്ന് പറയുമ്പോൾ ചൊറിച്ചിൽ വരുന്നതല്ലേ. എവിടെയെങ്കിലും പോയി തെണ്ടിക്കൊണ്ടുവരുന്ന ഭക്ഷണം ഈ പാവപ്പെട്ട മക്കൾക്ക് കൊടുക്കുമ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല? നിങ്ങളുടെ മക്കൾക്ക് ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അതിലല്ലേ കിടന്നുറങ്ങുക? നമ്മുടെ മക്കൾ അതല്ലേ കഴിക്കുന്നത്? ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ, ഏതിലൊക്കെയാണ് വിഷം? പച്ചക്കറികളിൽ വിഷമില്ലേ? മാരകമായ വിഷം. പച്ചക്കറികൾ വിഷമില്ലാതെ വളർത്തുന്നു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് കച്ചവടം നടത്തി അവസാനം അവര് തമിഴ്നാട്ടിൽ നിന്ന് ലോറിയിൽ സാധനം കയറ്റുന്നത് ഒരു ചാനലുകാർ ചോർത്തി. അവര് വിഷമുള്ള സ്ഥലത്ത് നിന്ന് വേറെ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരിക. ഇരട്ടി വിലയ്ക്ക് അവർ കൊടുക്കുന്നത് ഏറ്റവും വലിയ വിഷമായി മാറും. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഇവിടെയാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മുസ്ലിമേ. ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, കൊടുക്കേണ്ടത്, കുടിക്കേണ്ടത്. നമ്മളത് പഠിക്കണം, ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം. മക്കള് ക്ലാസ്സിൽ വെള്ളം ഒഴിക്കുമ്പോ മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയടാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്തറിയാം? 3 വയസ്സ് മുതലാ പ്രിയപ്പെട്ട മക്കള് ഒരിക്കലും ഒടുങ്ങാത്ത ചാനൽ പ്രോഗ്രാമിന്റെ മുന്നിൽ അടയിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പെങ്ങള്. എന്തിനാണ് ഞാൻ എടുത്തെടുത്തു പറഞ്ഞതെന്നറിയോ? കോഴിക്കോട് ജില്ലയ്ക്ക് കലാവാസന കൂടുതലാണ്. എന്ത് കലയാണ്? കലയല്ല, കൊലയാണ്. കൊല ഈ സമുദായത്തെ കൊന്നൊടുക്കുന്ന കൊലയാണ്. ഈ സമുദായത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന കൊലയാണ്. 9 വയസ്സുകാരി ഭരതനാട്യം, 12 വയസ്സുകാരിക്ക് കുച്ചിപ്പുടി. പ്രിയപ്പെട്ട ഉമ്മ തന്റെ പൊന്നുമോളെയും കൊണ്ട് നാട് നീളെ തെണ്ടി നടന്നിട്ട് ലൈംഗികത നടത്തിയിട്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന കേരളത്തിൽ എന്നറിയപ്പെട്ട ഒരു സിനിമാ നടിയെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് ആ സിനിമാ നടിയുടെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ്. ആ മോളോട് ചാനലുകാർ ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കുമോളെ മമ്മൂട്ടി മുസ്ലിമല്ലേ, സിദ്ദീഖ് മുസ്ലിമല്ലേ, എന്തുകൊണ്ട് എന്റെ മോള് മാത്രം ഇറങ്ങിയപ്പോ മൊയിലാക്കന്മാർക്ക് ചൊറിക്കുന്നു ചോദിക്കുമോളെ എന്ന് പറഞ്ഞു കൊടുത്ത വിവരം കേട്ട കേരളത്തിലെ സംസ്കാര ശൂന്യതയുടെ അടിപ്പത്തിൽ വീണുകൊണ്ട് ശരീരം വിറ്റ് ജീവിക്കാൻ മാത്രം പഠിച്ച വകുപ്പുകെട്ട ലോകത്തിന്റെ ഏറ്റവും വൃത്തികെട്ട പെണ്ണിന്റെ ഉദാഹരണം നമ്മൾ പത്രമാധ്യമത്തിലൂടെ കണ്ടില്ലേ? പറഞ്ഞു കൊടുക്കുമോളെ നീ അഭിനയിച്ചപ്പോൾ മാത്രം എന്താ മൊയിലാക്കന്മാർക്ക് കടിക്കും? മൊയിലാക്കന്മാർക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നവരെന്താ? കൊണ്ടുപോട്ടെ. എന്തിനാ ഈ മുക്കത്തും കോഴിക്കോടും കൊടുവള്ളിയിലുമുള്ള ഇതര മതത്തിൽപ്പെട്ടവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാ? അവരൊരു ഉപദ്രവവും നമുക്ക് ചെയ്യുന്നില്ല. നമ്മുടെ സഹോദരിമാർ ഒരുങ്ങി ചമഞ്ഞു പോകുന്ന കണ്ട 90-ാം പക്കത്ത് കിടക്കുന്ന ശ്വാസം വിട്ടു പിടിച്ചവന് സിറിഞ്ച് കൊടുത്തുകൊണ്ട് ഓടും. ആ രീതിയിലല്ലേ പാന്റ് ധരിക്കുന്നത്, ആ രീതിയിലല്ലേ വസ്ത്രം ധരിക്കുന്നത്. എന്നിട്ട് കണ്ണിൽ കണ്ട ഹൈന്ദവരെ നമ്മൾ എന്തിനാ കുറ്റം പറയാൻ പോകുന്നത്? അവരെന്ത് ചെയ്തു? ഏത് മനുഷ്യന്റെയും വികാരം ഇളക്കുന്ന വസ്ത്രമല്ലേ ഈ മേൽത്തരക്കാരെന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ ധരിക്കുന്നത്? പുതിയ പാന്റ് ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? ലെഗിൻസ് അല്ലേ? അതല്ലേ ലെഗിൻസ്.
അല്ലേ? ശരീരത്തിന്റെ കാലിന്റെ വണ്ണം എത്രയാ, നീളം എത്രയാ, വലിപ്പം എത്രയാ, നിറം എങ്ങനെയാ, അത് മുഴുവനും പുറത്തു കാണിക്കുന്ന പുതിയ വസ്ത്രം നമ്മുടെ മക്കൾക്ക് ആരാ വാങ്ങിക്കൊടുക്കുന്നത്? വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുപറിയ പണിയെടുക്കുന്ന പാവപ്പെട്ട വാപ്പ മോളൂന് എന്താ വേണ്ടേ എന്ന് പൊന്നുമോളോട് ചോദിക്കുമ്പോ എന്റെ ചക്കരക്കുട്ടിയല്ലേ, വാപ്പച്ചി എന്തു പറഞ്ഞാലും വാപ്പച്ചി വാങ്ങിത്തരുമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കുമ്പോ നാളെ ആ പൊന്നുമോള് അതിന് പകരം നിനക്ക് തരുന്ന ഒരു സാധനത്തിന്റെ പേരാ നരകം. ആ സ്നേഹത്തിന് പകരം ഉമ്മ കൊടുത്ത സ്നേഹത്തിന് പകരം വാപ്പ കൊടുത്ത സ്നേഹത്തിന് പകരം വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും കത്തിക്കരിഞ്ഞ ചാരമാകാൻ പൊന്നുമോള് വാങ്ങിത്തരുന്ന സാധനത്തിന്റെ പേരാ നരകം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ മോള് മാത്രം പോകും നിങ്ങൾ കരുതണ്ട. ആദ്യം നിങ്ങളെ കൊണ്ടുപോളുമ്മ. നിങ്ങൾ ഈ അവിടെ എവിടെയും കുത്തിവെച്ച് ഭയങ്കര ഈമാനോട്ട് നടക്കുമ്പോൾ വീട്ടിനകത്ത് നടക്കുന്നതിന് അള്ളാഹ് നിങ്ങളോട് തന്നെ ചോദിക്കുള്ളൂ. നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ചോദ്യത്തിന് മറുപടി കൊടുത്തേ പറ്റും. ഗൗരവമുള്ളതാ കാര്യം, തമാശ പറഞ്ഞതല്ല. കരയേണ്ടി വരും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കരയേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന്റെ ദുനിയാവിലുള്ള ഭക്ഷണം മുഴുവനും വിഷം കലർന്നിരിക്കുമ്പോ നമുക്ക് പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് പറഞ്ഞ് പാത്രത്തിൽ ഊതിയിട്ട് മക്കൾക്ക് ചോറ് വാരി വായി വെച്ചു കൊടുക്കുക. കഴിക്കുന്ന അരിയ വരെ വിശ്വസിക്കാത്ത കാലം, വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഒരാളുടെ ഉദാഹരണം പറഞ്ഞത് അരഞ്ഞാണം വരെ പാമ്പാകുന്ന കാലം എന്നാ. പേടിച്ചൂലേ അല്ലേ? അരഞ്ഞാണം വരെ പാമ്പാവുന്ന കാലം എന്ന് പറഞ്ഞാൽ അരയെ കെട്ടിയിരുന്നത് സ്വർണ്ണമായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവരെ പാമ്പായിട്ട് സ്വന്തം എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നത് വരെ വിഷം കുത്തിവെക്കുന്ന കാലം എന്നർത്ഥം. ഇതല്ലേ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റ് ചെയ്തോ, പക്ഷെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാന്റെ ഭക്ഷണം നീ കഴിക്കരുത് എന്നാണ്. എത്ര ശരിയാണ്. അള്ളാഹുവിന്റെ ഭക്ഷണമല്ലേ ലോകത്തുള്ളൂ. നിങ്ങൾ ദ്വാരക്കിട. ഞാനൊക്കെ എന്നും യാത്രയിലാണ്. മിനറൽ വാട്ടർ കുടിക്കാത്ത ഒറ്റ ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം എല്ലാ വീട്ടിലും കയറി വെള്ളം ചോദിക്കാൻ പറ്റും, എല്ലാ സ്ഥലത്തും കയറി വെള്ളം കുടിക്കാം. നമ്മുടെ കാലഘട്ടവും നമ്മുടെ ജനങ്ങളും ഒക്കെ അത്ര ഹൈറുള്ളവരായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ കാല് വെച്ചാലും വിവാദമാണ്. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ വെള്ളം കൂടി അങ്ങനെ പറ്റൂല. കടയിൽ നിന്ന് ഇറങ്ങി വാങ്ങൽ തന്നെ പറ്റും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, എത്ര സങ്കടമാണ്. അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം. ആരോഗ്യം വേണം. കടയിലെ ഭക്ഷണമല്ലേ കൂടുതൽ കഴിക്കുക. വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കാലം കാണാൻ കൈ വെച്ചുകൊണ്ടിരുന്ന വാക്കവിക്ക് കോഴിക്കാല് വേണം, നാളെ പത്രത്തിൽ കൊടുക്കും, ചാനലിൽ വരും. പേടിച്ചിട്ട് വീടുകളിൽ നിന്ന് ഭക്ഷണമില്ല. കൊണ്ടു തന്നാൽ പോലും ഒളിച്ചിരുന്ന് അല്പം കഴിച്ച് വേഗം കൈ കഴുകി ഓടി രക്ഷപ്പെടലാണ്. ഏതെങ്കിലും താത്തായോ ഇത്തായോ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുമ്പോഴെങ്ങാണ് അറിയാതൊരു ഫോട്ടോ വന്നാൽ കഴിഞ്ഞില്ല കഥ. നമ്മൾ ഓർത്തു നോക്ക്. ഇതിനൊക്കെ ഈ ആരോഗ്യം തന്നെ അവസാനം നമ്മൾ വിറ്റ് ജീവിക്കേണ്ടി വരികയാണ്. കടയിലെ ഭക്ഷണവും കടയിലെ വെള്ളവും കുടിച്ച് തന്നെയാണ് ജീവിതം. നിങ്ങളുടെ ദുആയാണ് ഏക പ്രതീക്ഷ. ഇന്ന് മുതൽ മുക്കം ഓർഫനേജിലെ പ്രിയപ്പെട്ട മക്കൾ ഈ സാധുവിന് കൂടി ദുആരക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു രണ്ടാമത് പറഞ്ഞു കൊടുത്തു, നീ അല്ലാഹുവിനെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫലാ തസ്കുൻ ബൈതം ഫീ ബിലാദില്ലാ, അള്ളാന്റെ നാട്ടിൽ താമസിക്കല്ലേ. തെറ്റ് ചെയ്താ പിന്നെ അല്ലാഹു തന്ന നാട്ടിൽ താമസിക്കല്ലേ. എവിടെ പോകും? അള്ളാഹു അല്ലാതെ നീ എവിടെയാ പോവുക? അള്ളാഹുവിന്റെ ലോകമല്ലാതെ എവിടെ പോയാണ് പാർക്കുക? ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു മൂന്നാമത് പറയുന്നു, ഫൽയത്ലുബു മൗദിഅൻ ലാ യറാക്, നിനക്ക് തെറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അള്ള കാണാത്ത സ്ഥലത്ത് വയ്ക്കോ, അള്ള കാണാത്ത സ്ഥലത്ത് വയ്ക്കോ. അള്ള കാണാത്ത എവിടെയാ പോവുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹു കാണാതെ എവിടെയാണ് പോവുക? വീണ്ടും ബഹുമാനപ്പെട്ടവര് പറയുന്ന ഇതാ അസ്രായിൽ വരുമ്പോൾ എന്റെ പൊന്നുമോനെ നീ പറയണം, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ? എനിക്കൊന്ന് തൗബ ചെയ്യണം. ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ നീ കള്ളുകുടിച്ചോ, നീ വ്യഭിചരിച്ചോ, നീ ഉമ്മയെ ചവിട്ടിക്കോ, നീ പലിശ വാങ്ങിക്കോ എന്ന് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്. മലക്കുൽ മൗത്ത് വരുമ്പോ 10 മിനിറ്റ് ചോദിക്കാൻ പറ്റുമോ? അല്ലാഹുവേ, എവിടെയാണ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഓണാഘോഷത്തിമിർപ്പിൽ 10-15 ചെറുപ്പക്കാര് 4 പേര് കയറുന്ന ജീപ്പിനകത്ത് കയറി ഒന്ന് ഭ്രാന്തെടുത്ത് കള്ളുകുടിച്ച് ക്യാമ്പസിന്റെ കേരളത്തിൽ
കേരളത്തിന് സംസ്കാരം പഠിപ്പിക്കുന്ന ക്യാമ്പസിന്റെ, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ, കേരളത്തിലെ മാതാവിനെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ക്യാമ്പസിന്റെ, കേരളത്തിലെ ഏറ്റവും വലിയ സംസ്കാരമുള്ളവരെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് ആണത്തമില്ലാതെ വിടുവായുത്തം പറന്ന് കൈകൊട്ടിയ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യവട്ടം ക്യാമ്പസിന്റെ അകത്ത് തസ്നി ബഷീർ എന്ന പൊന്നുമോള് എന്ത് തെറ്റ് ചെയ്തിട്ടാ വാഹനത്തിന്റെ ടയർ കയറി ഇറക്കിയത്? പണമുള്ളവനെന്തുമാവാം, അധികാര സ്വാധീനമുള്ളവർക്ക് എന്തുമാവാം, ആരെയും കൊല്ലാം, ആരെയും പിടിച്ചടക്കാം, ആരെയും എവിടെ വേണോ കൊണ്ടുപോകാം, മാനഭംഗപ്പെടുത്താ, കള്ളക്കടത്ത് നടത്താ, കൈയിട്ട് വാരാ, കൊലപാതകം നടത്താ, വർഗീയത പരത്താ, ആരുമൊന്ന് ചോദിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് തെറ്റാ പ്രിയപ്പെട്ട പൊന്നുമോള് ചെയ്തു പോയത്? നിങ്ങൾ ആലോചിക്കുക. കേവലം ഒരു സിനിമയുടെ പേരിൽ വെച്ചുകെട്ടാനുള്ളതാണോ? ഒരു സിനിമയുടെ പേരിൽ വെച്ചുകെട്ടാനുള്ളതാണോ? ഭ്രാന്തം നയങ്ങളുമായി ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കന്നുകാലികളെ പോലെ അഴിഞ്ഞാടുമ്പോ കേരളത്തിന്റെ സിനിമ എന്ത് ചെയ്തു? ഇതിനേക്കാൾ വലിയ സിനിമകൾ വന്നിട്ടില്ലേ? മാതാവിനെ കൊന്ന് വ്യഭിചരിച്ച സിനിമ വന്നിട്ടില്ലേ? വാപ്പായെ വെട്ടിക്കൊന്ന സിനിമ വന്നിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ട പെങ്ങളെ കൂട്ടുകാരെന്ന് കൂട്ടിക്കൊടുത്തു പണം സമ്പാദിച്ച സിനിമ വന്നിട്ടില്ലേ? എന്നിട്ട് കേരളം അതിന്റെ പിന്നാലെ പോയെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്നിട്ടിപ്പോ ഈ തസ്നി എന്ന പൊന്നുമോളെ കൊലപാതകത്തിന്റെ പിന്നില് സിനിമയാണെന്ന് പറഞ്ഞ് ആ ഒരു കേസിന് കടലാസ് കഷണം പോലെ വലിച്ചെറിയുന്ന നാണം കെട്ട നൂറുകണക്കിന് സംഭവം കേരളത്തിൽ കേട്ടുകൊണ്ട് നിൽക്കാൻ ഈ മുസ്ലിം സമുദായം മാത്രമാ. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാ, എന്നും അങ്ങനെ തന്നെയാ. നാളെ മുക്കത്ത് സംഭവിച്ച, നാളെ കൊടുവള്ളിയിൽ സംഭവിച്ച, അത് കഴിഞ്ഞ് താമരശ്ശേരിയിൽ സംഭവിച്ച, ഇതിനപ്പുറത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരുതിയിരുന്നോ? നീ വാട്സപ്പ് കളിച്ചുകൊണ്ടിരുന്നോ? നീ ഫേസ്ബുക്ക് കളിച്ചുകൊണ്ടിരുന്നോ? നീ കാമുകിയുടെ കൂടെ പൊയ്ക്കോ, നീ കാമുകിയുടെ കൂടെ ആസ്വദിച്ചോ, നീ ഊട്ടിയും കൊടൈക്കനാലും നിന്റെ പ്രിയപ്പെട്ട പരിണീമണികളുമൊത്ത് രതിനിർവേരം കണ്ട് ആസ്വദിച്ച് നടന്നോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ചോദിക്കും പോലെ വനുഷബാധിക്ക, നിന്റെ ചെറുപ്പകാലം നീ എങ്ങനെ ചിലവഴിച്ചടാ? എങ്ങനെ ചിലവഴിച്ചടാ? 24 മണിക്കൂർ അല്ലാഹു നിനക്ക് തന്നിട്ട് 1 മിനിറ്റ് നിന്റെ ഖുർആനും എടുത്തോടാ, ഒരു സുജൂദിന്റെ പടച്ചോന് ചെയ്തോടാ. ഈ സമുദായം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലാഹുവേ നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല? അല്ലാഹു ചോദിക്കും ചെറുപ്പക്കാരാ, അല്ലാഹു ചോദിക്കും ചെറുപ്പക്കാരാ, നിനക്ക് ധൈര്യമുണ്ടോ? ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുകയാ, എന്ത് തെമ്മാടിപ്പരവും നീ ചെയ്തോ, എത്ര തെറ്റുകുറ്റങ്ങളും നീ ചെയ്തോ, അസ്രായിൽ വരുമ്പോ ഒരു 10 മിനിറ്റ് ചോദിച്ചു വാങ്ങാൻ നിനക്ക് പറ്റുവോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. വാഹനാപകടത്തിൽ എത്രയാ, സൈലന്റ് അറ്റാക്ക് വന്ന് എത്രയാ, ഹോസ്പിറ്റലിന്റെ അകത്ത് എത്രയാ, ദുരന്തങ്ങൾ വേറെ എത്രയാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവരെത്രയാ. വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അല്ലാഹു നിശ്ചയിച്ചതിനപ്പുറം ഒരു സെക്കൻഡ് നമുക്ക് ആയുസ് നീട്ടി കിട്ടൂല. അതുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ തെറ്റ് ചെയ്യാതിരിക്കലാണ് നല്ല. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു 5ാമതും പറയുന്നു. അവരുടെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്ന് ദുആരക്കാം. നാളെ അല്ലാഹു നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തരട്ടെ. ഈ വിഷയത്തിന്റെ 3.5 മണിക്കൂറോളം ഇനി പറയാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അന്തരീക്ഷം അനുകൂലമാക്കിയാൽ നേരത്തെ നമുക്ക് തുടങ്ങാം. ഒത്തിരി ആളുകൾ വന്നിട്ട് തിരിച്ചുപോയി. ഒരുപാട് ആളുകൾ നനഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അവരെ പിടിച്ചിരുത്തുന്നത് വളരെ വിഷമമാണ്. അല്ലാതെ ഇത്രയും സമയം, എന്തായാലും ഇത്രയും സമയം പറയാൻ പറ്റിയില്ലേ? അൽഹംദുലില്ലാഹ് ഖൈർ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന 5ാമത് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗ നരകത്തിലേക്ക് നിന്നെ വിളിക്കുമ്പോ, നരകത്തിലേക്ക് പോകാൻ പറയുമ്പോ ഞാൻ പോവില്ല, ഞാൻ സ്വർഗത്തിലേക്ക് പോവൂ എന്ന് പറയാനുള്ള പിടിവാശിക്കാരനാണെങ്കിൽ മാത്രമേ തെറ്റ് ചെയ്യാവൂ. അള്ളാഹ് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചലിക്കാൻ പറ്റുമോ? അള്ളാഹു പറയുന്ന ലോകത്തിനപ്പുറത്തേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുമോ? ഒരു സെക്കൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നാളെ പരലോകത്ത് ഒരു വിഭാഗം വരും. ആ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലുകൾ പർവ്വതങ്ങളെ പോലെയാണ്. പക്ഷേ അംസാലു സുജ്ജി, നിസ്സാരമായ പൊടിപടലങ്ങളെ പോലെ അവരുടെ അമലുകൾ അള്ളാഹു മാറ്റും.
സഹാബികളോട് അള്ളാന്റെ റസൂൽ ഇത് പറയുമ്പോൾ സഹാബികൾ ചോദിച്ചു, എന്തേ കാരണം നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഒരു കാരണമാണ് നാളെ നമ്മുടെ പ്രസംഗത്തിന്റെ ആമുഖം പറയുന്നത്. പർവ്വതങ്ങളെ പോലെ അമൽ ചെയ്തുകൊണ്ടുവന്നു. ഇബാദത്തുണ്ട്, സർവ്വ കാര്യങ്ങളുമുണ്ട്. പക്ഷേ പൊടിപടലങ്ങളെ പോലെ അമലുകളെ വലിച്ചെറിയും. ഒരു ഉപയോഗവുമില്ല. വലിയ നിസ്കാരവും വലിയ ഈമാനും ഒക്കെ ആയിരുന്നു, ഒരു ഉപയോഗവുമില്ല. അള്ളാഹു പൊടിപടലം പോലെയാക്കും. എന്തേ കാരണം? നബി തങ്ങൾ പറഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട ഒറ്റ കാരണമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുമായി ബന്ധപ്പെട്ട ഒരു കാരണം. അത് പറഞ്ഞ് 2-3 മനോഹരമായ ചരിത്രം നാളെ പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, തൗബയുടെ നിബന്ധന പറയാനുണ്ട്. ആ നിബന്ധനയുമായി ബന്ധപ്പെട്ട് 1-2 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സമയം പോലെ നാളെ നമുക്ക് പരമാവധി 8:30 മണിക്ക് തുടങ്ങുന്ന രീതിയിൽ എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ എത്തുക. ഞാൻ എന്തായാലും മഗ്‌രിബിന് ഇൻഷാ അല്ലാഹ് എത്തും. നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് നോമ്പുണ്ട്. ഇവിടുന്ന് തന്നെ നോമ്പ് തുറക്കാൻ പരമാവധി അതിനെത്താൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. ഇപ്പൊ പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. 60 വർഷം തികയുന്ന മുക്കം ഓർഫനേജിന് വേണ്ടി പ്രവർത്തിച്ച മരണപ്പെട്ടു പോയ കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഈ വാർഷികം നമ്മൾ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ്. ജനങ്ങൾ അറിഞ്ഞു. എത്ര ആളുകളാണ് ചോദിച്ചത്, ഉസ്താദിന് മുക്കം ഓർഫനേജിലാണോ പരിപാടി? കേരളം മുഴുവനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നാളത്തെ അന്തരീക്ഷം അല്ലാഹു അനുകൂലമാക്കി ഒരു ജനനിബിഡമാക്കി ഒരു വലിയ ജനാവലിയെ ഇവിടെ തന്ന അല്ലാഹു ഈ പരിപാടി ഗംഭീരമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാഅല്ലാഹ് സെപ്റ്റംബർ 16, 17 തീയതികളിൽ മഞ്ചേരി കാരക്കുന്നിൽ ഈവനിതിന്റെ പ്രഭാഷണമുണ്ട്. 18, 19 തീയതികളിൽ ഈങ്ങാപ്പുഴയിൽ ഈവനിതിന്റെ പ്രഭാഷണമുണ്ട്. 4 ദിവസം ഇൻഷാഅല്ലാഹ്. മലപ്പുറം, കോഴിക്കോടായിരിക്കും അടുത്ത ആഴ്ചയിൽ. മുക്കം കുറ്റിപ്പറമ്പ് ഒക്ടോബർ 30 തീയതി ഇൻഷാഅല്ലാഹ് ഇതിന്റെ പ്രഭാഷണമുണ്ട്. ഖുർആൻ രക്ഷയും ശിക്ഷയും എന്നതാണ് വിഷയം. മഞ്ചേരിയിൽ 1-ാമത്തെ ദിവസം 1-2 ദിവസങ്ങളിൽ ഇൻഷാഅല്ലാഹ് ചിന്തിക്കാൻ സമയമായി എന്നതാണ് വിഷയം. ഈങ്ങാപ്പുഴയിൽ ജീവിത വിജയത്തിനൊരു ആമുഖം. അല്ലാഹു തആല കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ. ഇൻഷാഅല്ലാഹ് നമുക്ക് ഇന്ന് ദുആരക്കാം. നമ്മുടെ പാലത്തായി മൊയ്തു ഹാജി സാധുവാണ്. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് തലശ്ശേരി 31 തീയതികൾ തലശ്ശേരി ടൗണിൽ നടന്ന വലിയ പരിപാടികൾ അദ്ദേഹം കാര്യമായ സംഭാവന ചെയ്തു. അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളുടെ ബിസിനസ്സിലേക്ക് അള്ളാഹു പുരോഗതി കൊടുക്കട്ടെ. ഈ ഓർഫനേജിന് വേണ്ടി ചെയ്ത സ്വതക്ക അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു എല്ലാ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. 3 സലാത്തോട് ചൊല്ലി നമുക്ക് ദുആരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.